രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ. ശരി. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. അമ്മയുടെ അപാരമായിട്ടുള്ള കൃപാകടാക്ഷം കൊണ്ട് ഇന്ന് ദേവിയുടെ തിരുസന്നിധിയിൽ ഇരുന്നിട്ട് ഭഗവാന്റെ ഭക്തി പ്രഭാഷണം എന്നാണ് പറഞ്ഞത്. എന്താണ് വിഷയം എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ലേ ഭക്തി പ്രഭാഷണം എന്ന്. കാരണം കൃഷ്ണകഥകൾ ധാരാളം പറയാനുള്ളൊരു കൊതിയുള്ള ആളാണെന്ന് മനസ്സിലാക്കിയിട്ടോ എന്തോ. അപ്പോൾ പ്രത്യേകിച്ചൊരു വിഷയം പറഞ്ഞിട്ടില്ലേ ഭക്തി ആണ്. ഭക്തി പ്രഭാഷണം വെച്ചാൽ ഭക്തിയാണ് അതിൽ വേണ്ടത്. അതാണ് ഭഗവാൻ. ആ ഭക്തിയുടെ ഭാവം ശരിക്കും നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഞാനിവിടെ ഇരിക്കണതും ആ ഒരു അമ്മയുടെ ആ പ്രേമം കൊണ്ട് തന്നെയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെ ഞാൻ കിടക്കുക തന്നെയായിരുന്നു. എനിക്ക് സുഖമില്ലാണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ വാക്കിനെ എനിക്ക് ഇവിടുന്ന് അമ്മയാണ് വിളിച്ചതെന്നുണ്ടെങ്കിൽ അമ്മ വിളിച്ചാൽ ഇവിടെ കൊണ്ടുവന്ന് അമ്മ ഇരുത്തും എന്നുള്ള ധൈര്യം കൊണ്ട് മാത്രം എല്ലാവരും പറഞ്ഞു, വിളിച്ച് പറഞ്ഞോളൂ, വരാൻ പറ്റില്ല എന്ന് പറയുമെന്ന് ഒക്കെ പറഞ്ഞു. അത്രയും വയ്യാണ്ട് നിങ്ങൾക്ക് ആർക്കും തോന്നണില്ല എന്നെ കണ്ട അങ്ങനെ വയ്യായുണ്ടെന്ന്. അതാണ് ദേവിയുടെ നമ്മളുടെ ആ ഒരു ഉറപ്പ് ഭഗവാന്റെ. അത് തന്നെയാണ് ഭക്തി. ദേവി എന്നെ ഇവിടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തും. എന്താണോ ദേവി പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ദേവി ഇവിടെ പറയിപ്പിക്കുന്നുള്ള ആ ഒരു ഉറപ്പ്, ആ ഒരു ഉറപ്പാണ് ഇപ്പം ഇവിടെ ഇരിക്കുന്നത്. അത് തന്നെയാണ് ആ ഭക്തി എന്ന് പറയുന്നതിൻ്റെ ഒരു അനുഭവം. ഭക്തി നമുക്ക് അനുഭവം. ഭക്തി എന്താണ് വെച്ചാൽ അപാരമായിട്ട് നമുക്ക് സർവപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ പ്രേമസ്വരൂപം തന്നെയാണ് ഭക്തി. പരമപ്രേമരൂപ എന്നാണ് അമ്മ പറയുക. പ്രേമരൂപത്തിൽ നിൽക്കണ അമ്മ ഓരോ ഭാവത്തിൽ ആ വിശ്വം നിറഞ്ഞു നിൽക്കുന്ന പരമപ്രേമം ഓരോരോ രൂപഭാവങ്ങളിൽ നമ്മളുടെ മുമ്പിൽ വരികയാണ് ചെയ്യണത്. അത് ഗർഗഭാഗവതം ഒക്കെ പറയുമ്പോൾ പറയും, ആദ്യം ആ പരബ്രഹ്മം സർവപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മം രൂപം കൈക്കൊണ്ടതാണ് ശ്രീകൃഷ്ണ പരമാത്മാവ്. അത് ദേവി ഭാഗവതത്തിലും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ ശ്രീകൃഷ്ണ പരമാത്മാവിൽ നിന്നാണ് ശ്രീരാധ പ്രകടമായത്. ശ്രീരാധ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ വൃന്ദാവനത്തിൽ കണ്ണൻ്റെ കൂടെ നടന്നൊരു ഗോപിക. കണ്ണനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറേ കഴിഞ്ഞപ്പോൾ കണ്ണനെ ഉപേക്ഷിച്ച് കണ്ണൻ ആ രാധയെ ഉപേക്ഷിച്ച് പോയി. കണ്ണുനീരോട് കൂടിയിട്ട് രാധ കണ്ണനെ കാത്തിരുന്നു. അങ്ങനെയുള്ള കഥകളെ നമുക്കറിയുള്ളൂ. കണ്ണൻ രാധയെ പറ്റിച്ചു, അങ്ങനെയൊക്കെയാണ് നമുക്കറിയുള്ളൂ. കാരണം നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരെ അളക്കണത്. നമ്മുടെ മനസ്സിൻ്റെ തലം വച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ അളക്കണത്. അതുകൊണ്ട് അങ്ങനെ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതല്ല രാധ എന്ന് പറഞ്ഞാൽ പരമമായ പ്രേമമാണ് രാധ. ആ പ്രേമം എന്ന് പറഞ്ഞാൽ അത് അമ്മയോളം ആ ഒരു പ്രേമഭാവം വേറെ ആർക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ആ അമ്മയുടെ ഭാവത്തിൽ വന്നത്. പിന്നെ അതിൽ നിന്ന് ഓരോരോ ഭാവങ്ങൾ, ആ രാധയിൽ നിന്ന് ഓരോരോ ഭാവങ്ങൾ ഏതൊക്കെ ഭഗവാനിൽ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന്
അംശം കൊണ്ട് ഏതൊക്കെ പുരുഷഭാവത്തിൽ വന്നോ അവിടെയൊക്കെ അമ്മ ആ പ്രേമഭാവത്തിൽ സ്ത്രീ രൂപത്തിൽ വന്നു. അങ്ങനെയാണ്. അപ്പോൾ ആ ഭക്തി എന്ന് പറഞ്ഞാൽ പരമപ്രേമം തന്നെയാണ്. നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറയുന്ന പ്രേമല്ല. ഒരു പുരുഷന് ഒരു സ്ത്രീ അവർ തമ്മിൽ പ്രേമിക്കുന്നു എന്നൊക്കെ പറയുന്നത് പ്രേമം എന്ന വാക്കിൻ്റെ അർത്ഥം വേണ്ടതുപോലെ ഗ്രഹിക്കാത്തത് കൊണ്ടാണ് നമ്മളത് പറയണത്. പ്രേമം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഉപരിയായിട്ട് നിൽക്കുന്നതാണ്. നമ്മുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലമാണ് പ്രേമം. അത് ഈശ്വരനോട് മാത്രമാണ് വയ്ക്കാൻ പറ്റുള്ളൂ. കാരണം അതിന് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല. ഇന്ന് കണ്ട് സംസാരിച്ച് ആ ലൗകിക തലത്തിലോ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും സൗന്ദര്യം കൊണ്ടോ സ്വത്ത് കൊണ്ടോ എന്തെങ്കിലും വിധത്തിലൊരാകർഷണീയത കൊണ്ട് ഇന്ന് കണ്ട് സംസാരിച്ച് നാളെ ഇല്ലാണ്ടാകുന്നതിന് പ്രേമം എന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും നശിക്കാണ്ട് എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതാണ് പ്രേമം. അതുതന്നെയാണ് അമ്മ. ആ പ്രേമത്തിൻ്റെ പല ഭാവരൂപങ്ങളാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ആ അമ്മയെ പറ്റിയിട്ടാണ് പറയുന്നത്. അമ്മയുടെ പല ഭാവങ്ങൾ അവിടെ പല ഭാവങ്ങളുടെ നവരാത്രി അല്ലെ 9 രാത്രികളിലായിട്ട് നമ്മൾ ആ അമ്മയെ ആരാധിക്കുന്നു. ശരിക്കും പറയാൻ വെച്ചാൽ ഇവിടെ എന്ത് പറയണമെന്ന് ഇവിടെ ഇരിക്കുന്ന നിമിഷം വരെ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവിടുന്ന് വരുമ്പോഴൊക്കെ വഴിയിൽ വെച്ചിട്ട് ചോദിച്ചു ഭഗവാനോട്, ഭഗവാനെ കണ്ണൻ്റെ കഥ പറയണോ കണ്ണ, അതോ രാധാറാണിയുടെ കഥ പറയണോ, എന്ത് കഥയാണ് പറയണ്ടേന്ന് ചോദിച്ചിട്ടാണ് അവിടുന്ന് ഭഗവാനോട് വഴി നീളെ ചോദിച്ചു. ഭഗവാനും ഒന്നും പറഞ്ഞില്ല എന്നോട്. അപ്പോൾ എനിക്ക് അത് ഉറപ്പായി ഇവിടെ അമ്മ ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കണ്ണനാണ് പറയാറ്, പക്ഷേ ഇന്ന് അമ്മയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ അമ്മയുടെ ആ 9 ഭാവങ്ങൾ നമ്മൾ നവരാത്രി അത് കഴിഞ്ഞിട്ട് വിജയദശമിയായിട്ട് ആഘോഷിക്കുന്നു. അതിനെപ്പറ്റി ചിന്തിച്ചാൽ ഓരോ ഭാവങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെ അമ്മ കാണിച്ചു തരികയാണ്. അമ്മയുടെ ആദ്യത്തെ നവരാത്രിയിൽ നമ്മൾ ആദ്യം പൂജിക്കുന്നത് ആരെയാ? ആദ്യമായിട്ട് നമ്മൾ പൂജിക്കണ ഏത് ഭാവ? ശൈലപുത്രി. അങ്ങനെ ഒരു ഭാവത്തിലാണ് ഒന്നാമത്തെ ദിവസം നമ്മൾ നവരാത്രിയിൽ പൂജിക്കുക. ശൈലപുത്രിയാണ് പൂജിക്കുക. ശൈലപുത്രി എന്ന് പറഞ്ഞാൽ ഹിമവാന്റെ പുത്രിയായിട്ടുള്ള ആ കുഞ്ഞു പാർവതി, ആ കുഞ്ഞു ഭാവം, ചെറിയ ഭാവം അമ്മയുടെ ആ പാർവതിയുടെ കൊച്ചു പാർവതിയുടെ ഭാവത്തിൽ അങ്ങനെയാണ് കൊച്ചു കുഞ്ഞായിട്ട് പൂജിക്കണം. ആ ഒരു വാത്സല്യ പ്രേമത്തോടു കൂടിയിട്ട് ആ കൊച്ചു കുട്ടിയായിട്ടാണ് പൂജിക്കുന്നത്. ഈ പാർവതിയുടെ പൂർവ്വജന്മത്തെ പറ്റി പറയുമ്പോൾ പാർവതി ശ്രീ പരമേശ്വരൻ്റെ പത്നിയായിരുന്നു, സതീദേവിയായിരുന്നു. ദക്ഷൻ്റെ മകളായിട്ട് ജനിച്ചു. ഭാഗവതമൊക്കെ കേൾക്കുന്നവരായിരിക്കും തോന്നുന്നു കൂടി ഉണ്ടാവുന്നത്. അപ്പോൾ ദക്ഷൻ്റെ മകളായിട്ട് പാർവതി, സതി എന്ന പേരിൽ ദക്ഷൻ്റെ മകളായിട്ട് ദാക്ഷായിനി എന്നും പറയുന്നു. അങ്ങനെ ജനിച്ചിട്ട് ആ ദക്ഷൻ ശിവനെ അംഗീകരിക്കാത്തത് കൊണ്ട് ഉണ്ടായ ആ ഒരു ശിവനിന്ദ കൊണ്ട് ആ നിന്ദയിൽ മനം നൊന്നിട്ട് ദാക്ഷായിനി ദേഹത്യാഗം ചെയ്തു. പിന്നീടാണ് ഹിമവാന്റെ പുത്രിയായിട്ട് പാർവതിയായിട്ട് ജനിക്കുന്നത്. അപ്പം പൂർവ്വജന്മത്തിലെ വാസന എന്താ? ആ ഭഗവാന്റെ അടുത്തുനിന്നാണ് പോകുന്നത് അല്ലേ? ശ്രീ പരമേശ്വരൻ്റെ അടുത്തുനിന്നാണ് പോകുന്നത്. ഈശ്വരൻ്റെ അടുത്തു നിന്നാണ് പോകുന്നത്. അപ്പോൾ നമ്മളുടെയൊക്കെ കർമ്മങ്ങൾ നമ്മളെയൊക്കെ ശ്രദ്ധിച്ചോളൂ. പൂർവ്വജന്മവാസനയ്ക്കനുസരിച്ചിട്ടായിരിക്കും നമ്മുടെയൊക്കെ അടുത്ത ജന്മം വരിക. അവിടെ ആ ശ്രീ പരമേശ്വരനെ ചിന്തിച്ച് ആ പരമേശ്വരനിൽ മനസ്സ് വെച്ച് ദേവി ദേഹത്യാഗം ചെയ്തിട്ട് പരമേശ്വരന് വേണ്ടിയിട്ട് ജനിക്കുന്നു ആ കുഞ്ഞ് അധികവും കേൾക്കണതും ശ്രീനാരദരൊക്കെ വന്ന് പറഞ്ഞ് കേൾക്കണതും പരമേശ്വരൻ്റെ കഥകൾ കേട്ടിട്ട് ആ കുഞ്ഞിന് പരമേശ്വരനിൽ പ്രേമം ജനിക്കുകയാണ്. ആ ഒരു ഒന്നായിട്ട് ചേരാനായിട്ടുള്ള ഒരു കൊതി കൊണ്ടാണ് അമ്മ ഇരിക്കണത്. അങ്ങനെ അടുത്ത ഘട്ടത്തിലെ പിന്നത്തെ ദിവസം ബ്രഹ്മചാരിയായിട്ടാണ് അമ്മ അല്ലേ? അപ്പോൾ ആ ഒരു ഭാവത്തിൽ എങ്ങനെയാ
ആ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പറയും ബ്രഹ്മചാരിയെ അനുഷ്ഠിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളോട് സംഘമില്ലാണ്ട്, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരോട് സംഘമില്ലാണ്ട് നടക്കുന്ന സമയം. അതല്ല അതിനർത്ഥം. ബ്രഹ്മത്തിലേക്ക് മാത്രം മനസ്സ്. ആ ശ്രീപാർവതിയുടെ മനസ്സ് വേറെ ഒന്നിനും പോകില്ല. ശ്രീപാർവതിക്ക് ഒരേ ഒരു ആഗ്രഹം ഉണ്ടായുള്ളൂ. എന്ത്? എനിക്ക് സാക്ഷാൽ ആ മഹാദേവനെ പ്രാപിക്കണം, മഹാദേവനോട് കൂടി ചേരണം, മഹാദേവനിൽ അലിയണം. ഈശ്വരനിലേക്ക്, ബ്രഹ്മത്തിലേക്ക് ചരിക്കുന്ന മനസ്സോട് കൂടിയവൾ. അതിന് വേണ്ടിയിട്ട് അവൾ തീവ്രമായിട്ട് തപം ചെയ്യണം. അമ്മയൊക്കെ പറയും അല്ലേ, അതിന് പറയും, പാർവതിയുടെ കഥയിൽ പറയും, അമ്മ പറഞ്ഞതു സമ്മതിയാതെ അച്ഛനോട് ആജ്ഞ ലഭിച്ചാൻ അംബിക ചെന്നു തപസ്സു തുടങ്ങി മന്മഥരി ഭുവശനാവാൻ. ആ അമ്മ പറയും, മകളെ ഇത് നിനക്ക് നല്ലതല്ല, ഇതിന് പോണ്ട, അത് ശിവന്റെ കോപത്തെ പറ്റി നിനക്ക് അറിയാണ്ടാണെന്ന്. പക്ഷെ അമ്മ പറഞ്ഞത് കേൾക്കാണ്ട് അച്ഛനോട് അനുഗ്രഹം മേടിച്ചിട്ട് തപസ് ചെയ്ത് സാക്ഷാൽ മഹാദേവനെ സന്തോഷിപ്പിച്ച് ആ ഒരു ഭാവം, അതാണ് ബ്രഹ്മചാരി. അപ്പം നമ്മൾ ആ ഒരു ബ്രഹ്മചാര്യം എന്നുള്ള ഭാവം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളാണ്. ആ ഘട്ടത്തിലൂടെ ആ അറിവ് ഉണ്ടായിട്ട് ഈശ്വരനെ വേണ്ടിയിട്ട്, ഈശ്വരനെ പ്രാപിക്കാനായിട്ട് ബ്രഹ്മത്തിലേക്ക് ചരിക്കുന്ന ഒരു ഭാവം. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത 3-ാം ദിവസമാകുമ്പോൾ പറയണ ഒരു ഭാവം എന്താണെന്ന് വെച്ചാൽ ചന്ദ്രഖണ്ഡ എന്നാണ് 3-ാം ദിവസത്തെ ഭാവം. ചന്ദ്രനെയും മണി ചന്ദ്രൻ, ഇത് രണ്ടും ചന്ദ്രനെ ശിരസ്സിലേറ്റിട്ട് മണിയുണ്ട് കയ്യിൽ. അങ്ങനെയാണ് ചന്ദ്രഖണ്ഡ എന്നുള്ള പേര് വരുന്നത്. അതിൻ്റേതായിട്ടുള്ള കഥ പറയണത്, ഈ പാർവതി തപസ്സൊക്കെ ചെയ്ത് ഭഗവാനെ സന്തോഷിപ്പിച്ച് വിവാഹം കഴിക്കാൻ സമ്മതിച്ചപ്പോൾ ഭഗവാൻ അവിടുന്ന് വരണത് ഭൂതഗണങ്ങളോടൊക്കെ കൂടിയിട്ട് ശ്മശാന വിഭൂതിയൊക്കെ ശരീരത്തിൽ പൂശി ധാരാളം പാമ്പുകളെയൊക്കെ കഴുത്തിലിട്ട് ആഭരണങ്ങളൊക്കെ ആക്കി ജടാമുകുടങ്ങളൊക്കെ പിരിച്ചിട്ട് ആ ഒരു ഭാവത്തിൽ വരികയാണ്. ഇത് കണ്ടപ്പോൾ എല്ലാവരും ഇത്രയും തപസ് ചെയ്ത് ആ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ള ആ മഹാദേവനെ കാണാൻ കൊതിച്ച് എല്ലാവരും ഓടി വന്ന് നോക്കുമ്പോൾ അങ്ങനെയുള്ളൊരു ഭാവത്തിൽ എന്താ പറയുക, എല്ലാവർക്കും ഒരു അരോചകമായൊരു ഭാവം എന്ന് പറയില്ലേ സാധാരണക്കാർ, അതൊക്കെ സൗന്ദര്യം അങ്ങനെയാണല്ലോ നോക്കുക. ആ ഉള്ളിലുള്ള സത്തല്ല നോക്കുക, പുറമെ എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുക. അപ്പോൾ പുറമേലുള്ള കാര്യം നോക്കുമ്പോൾ മഹാദേവനെ കണ്ടാൽ എങ്ങനെയാണ് ചുടല ഭസ്മൊക്കെ പൂശി പാമ്പിനൊക്കെ ധരിച്ച് എല്ലാവർക്കും ഭയപ്പെടുന്ന ഒരു രീതിയിൽ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്കും മറ്റുള്ളവർക്കൊക്കെ സങ്കടം തോന്നി എന്ന് അറിഞ്ഞ സമയത്ത് ഈ പാർവതി ധരിച്ച വേഷമാണത്രേ ചന്ദ്രഖണ്ഡ എന്നുള്ളത്. അമ്മ എങ്ങനെയാണോ എത്ര ഭീകര ആ ഒരു ഭാവത്തിലാണോ വന്നത്, അതുപോലെ തന്നെ ആ സിംഹത്തിൻ്റെ പുറത്ത് 8 കൈകളൊക്കെ ആയി ശിരസ്സിൽ ചന്ദ്രനെയും കയ്യിൽ മണിയെയും ധരിച്ച് ആ അമ്മ വന്നു. അത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ ആ അമ്മയുടെ നിയോഗം എന്താണെന്ന് വെച്ചാൽ ഈ മണിയൊക്കെ പിന്നീട് അസുരന്മാരെ വധിക്കാനൊക്കെ ധാരാളം അസുരന്മാർ ഈ വവ്വാലിൻ്റെ വേഷത്തിലൊക്കെ വന്ന് രൂപമൊക്കെ എടുത്തു വന്ന് ഭക്തന്മാരെ ആക്രമിച്ചപ്പോൾ ഈ മണി മുഴക്കിയിട്ടാണ് അമ്മ അവരെയൊക്കെ ഓടിപ്പിച്ചത്. ഈ ചന്ദ്രഖണ്ഡാഭാവം അന്ന് വീണ്ടും എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും വിവാഹത്തിന് വന്നു. ശ്രീകൃഷ്ണ ഭഗവാനും അവിടെ എത്തി. അപ്പോൾ ചോദിച്ചു, അല്ല മഹാദേവ, ഇങ്ങനെയാണോ ഒരു വിവാഹവേദിയിലേക്ക് വരേണ്ടത്? ഈ ഒരു ഭാവത്തിലാണോ? അപ്പോൾ എൻ്റെ രൂപം ഇങ്ങനെയാണ്, ഇനി ഇത് മാറുമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറ്റില്ല, വിവാഹത്തിന് ഒരു പ്രത്യേകമായിട്ട് അണിഞ്ഞൊരുങ്ങലൊക്കെ ഇല്ലാണ്ട് എങ്ങനെയാണ് പോവുക എന്ന് പറഞ്ഞതാ. ആ ഹിമവാന്റെ ആ ഹിമാലയത്തിൻ്റെ ഒരു വള്ളിക്കുടിലേക്ക് കൊണ്ടുപോയിട്ട് അതിമനോഹരനായിട്ട് ആ മഹാദേവനെ ശ്രീകൃഷ്ണ ഭഗവാൻ അണിയിച്ചൊരുക്കി. അതിസുന്ദരനായിട്ടാണ് അണിയിച്ചൊരുക്കിയത്. ആ കെട്ടി വച്ചിരിക്കുന്ന ജടാമകുടമൊക്കെ അഴിച്ചപ്പോൾ അതിസുന്ദരമായിട്ട് ഇടതോർന്ന് ചുരുണ്ട മുടി, അതിൽ നിറയെ ചെമ്പകപ്പൂമാല, വെളുത്ത ചെമ്പകത്തിൻ്റെ പൂമാല ചൂടിയിട്ട് ആ
മൂന്നാം തൃക്കണ്ണിൻ്റെ ഭാഗത്ത് ഭഗവാൻ അതിമനോഹരമായ ഗോപിക്കുരിയൊക്കെ തൊട്ട് കൊടുത്തു. അതുപോലെ കണ്ണിലൊക്കെ നല്ലോണം മഷി എഴുതി. ആ ആഭരണങ്ങൾ ഏതൊക്കെ സർപ്പത്തിൻ്റെ ആഭരണങ്ങളാണോ അതൊക്കെ വെള്ളി നിറത്തിലുള്ള വെള്ളിയായിട്ട് മാറി, വെള്ളിയോണ്ടുള്ള സർപ്പാഭരണങ്ങളായിട്ട് മാറി. വസ്ത്രം മരവുരിയും പുലിത്തോലും എടുത്തിരുന്ന അതൊക്കെ മാറ്റിയിട്ട് ആനത്തോലാണ് എടുത്തിരുന്നത്, മരവുരി ചുറ്റിയിട്ട് അതൊക്കെ മാറ്റി അതിമനോഹരമായിട്ടുള്ള വെള്ളപ്പട്ട് വസ്ത്രങ്ങളെ കൊണ്ടൊക്കെ അലങ്കരിച്ച് അത്രയും ആര് കണ്ടാലും മോഹിക്കുന്ന ഭാവത്തിൽ അത്രയും സുന്ദരനാക്കിയിട്ടാണ് ആ മഹാദേവനെ ആ വിവാഹവേദിയിലേക്ക് ആ മഹാദേവനെ കൊണ്ട് ഇരുത്തിയത്. അപ്പോൾ അതുപോലെ ദേവിയും പാർവതിയും തൻ്റെ ആ ചന്ദ്രഘണ്ഠാഭാവത്തെ നീക്കിയിട്ട് അതിസുന്ദരിയായിട്ട് വിവാഹവേദിയിൽ വന്നിരുന്നു. ചന്ദ്രഘണ്ഠ എന്നുള്ള ഭാവം അങ്ങനെയാണ് വന്നത്, ചന്ദ്രഘണ്ഠ. അത് കഴിഞ്ഞപ്പോൾ ഇല്ലേ, ഇന്ന് ഏത് ഭാവമാണ്? ഇന്ന് 4-ാം ദിവസമാണ്. ഇന്ന് ദേവി ഏത് ഭാവത്തിലാണെന്നറിയോ? 4-ാം ദിവസം. അമ്മമാർക്കൊക്കെ അറിയോ ഇന്ന് ദേവിയുടെ ഭാവം ഏതാന്ന്? ആരും ഒന്നും ഇങ്ങനെ അറിയാണ്ട് മിണ്ടാണ്ട് ചിരിയില്ല അവരുടെ മുഖത്ത്. എല്ലാവരും സന്തോഷമായിട്ടൊന്ന് ചിരിക്കും. അപ്പോൾ തന്നെ നല്ല സന്തോഷമാവും നമുക്ക്. ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരുടെ മുഖത്തും ചിരി കാണുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുക. ചിരിക്കാൻ സാധിക്കണത് തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇഷ്ടം ഉണ്ടാവുമ്പോഴാണ് ചിരിക്കുക. അപ്പം നിങ്ങൾക്കൊക്കെ ഇങ്ങനെ മുഖം കയറ്റി പിടിക്കുമ്പോൾ എൻ്റെ വിചാരം നിങ്ങൾക്കൊന്നും എന്നോട് ഇഷ്ടമില്ല എന്നാണ്. അങ്ങനെയാണോ? അപ്പോൾ ഇന്നത്തെ ഭാവം എന്താ? ഇന്ന് 4-ാം ദിവസമാണ്. ഇന്ന് കുഷ്മാണ്ഡ എന്നാണ് ദേവിയുടെ ഭാവം. വിവാഹം കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എന്താ ചോദിക്കുക? പെൺകുട്ടിയോട് വിവാഹം കഴിഞ്ഞപ്പോൾ ചോദിക്കും, വിശേഷം എന്തെങ്കിലും ആയോ? വിശേഷം എന്തെങ്കിലും ആയോ എന്ന് ചോദിക്കുമല്ലേ. അപ്പോൾ ഇവിടെ ദേവി ഗർഭത്തിൽ കുഷ്മാണ്ഡ എന്നാണ് പറയുന്നത്. അതായത് ഗർഭം ധരിച്ചിരിക്കുന്നത് തേജസ്സിനെയാണ്, സൂര്യ തേജസ്സോട് കൂടിയിട്ട് അതിനെ ഗർഭം ധരിച്ചിരിക്കുന്ന എന്നാണ് അർത്ഥം. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ആ തേജസ്സിനെ ഗർഭം ധരിക്കുക വെച്ചാൽ അറിവിനെ എങ്ങനെയാണ് ഗർഭം ധരിക്കണേന്ന് ചോദിച്ചാൽ മഹാദേവനും ഏത് പുരാണ ഗ്രന്ഥങ്ങൾ എടുത്ത് നോക്കിയാലും നമുക്ക് കാണാമല്ലേ. പാർവതി ഇപ്പോൾ രാമായണമൊക്കെ വായിച്ചവരല്ലേ? എല്ലാവരും രാമായണം വായിക്കാറില്ലേ വീട്ടിൽ? കർക്കിടക മാസത്തിലൊക്കെ അമ്മമാർ വായിക്കാറില്ലേ? അപ്പോൾ എന്താ പറയുക? ആ ഉമാമഹേശ്വര സംവാദമാണ് അല്ലേ. മഹാദേവനാണ് പറഞ്ഞു കൊടുക്കുക എല്ലാ കാര്യങ്ങളും. ദേവിക്ക് കേൾക്കാനും കൊതിയാലേ. അങ്ങനെ ആ ഭർത്താവ് ഭാര്യയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് മഹാദേവനിൽ നിന്ന് വൈഷ്ണവാനാം യഥാശംഭു എന്നാ പറയുക. ആ മഹാദേവനിൽ നിന്ന് അറിവിനെ സ്വീകരിച്ചിട്ട് ആ അറിവിനെയാണ് അമ്മ ഗർഭം ധരിച്ചിരിക്കുന്നത്. അതാണ് കുസുമാണ്ഡ എന്നുള്ള ഒരു ഇത്. ഇന്നത്തെ ഭാവം അതാണ്. ഗർഭിണിയായ ദേവിയാണ്. അപ്പോൾ ആ ഗർഭിണിയായ ദേവി അപ്പോൾ ആ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ അറിവിനെ ഉള്ളിൽ നിറച്ച് വച്ചിരിക്കുന്ന അമ്മയുടെ ഭാവം. അതാണ് ആ ഇന്നത്തെ 4-ാം ദിവസത്തെ ഭാവം. ഓരോരോ കഥകളായിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കണു. ഓരോ കഥകൾ അത് കേൾക്കണു. അപ്പോൾ അങ്ങനെ കേൾക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് അല്ലേ, രാമായണം വായിക്കുമ്പോൾ നമുക്ക് കൊതിയാവും അവരുടെ ആ സംഭാഷണം കേൾക്കുമ്പോൾ. എത്ര കേട്ടാലും മതിയാവാണ്ട് പാർവതി ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, ആ മഹാദേവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഓരോ ഗ്രന്ഥങ്ങളിലും മഹാദേവൻ ഭഗവാൻ കഥകൾ പറയാൻ പ്രിയം കാണിക്കുന്ന മഹാദേവൻ. പറയണ ആൾ പ്രിയത്തോടു കൂടി പറയുമ്പോൾ കേൾക്കണവർ പ്രിയത്തോടു കൂടി കേൾക്കണം. അപ്പോഴേ പറയണ ആൾക്ക് പറയാൻ തോന്നുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മതി, ഇനിയിപ്പോൾ ആർക്കും ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വെച്ച് നിർത്തും. അപ്പോൾ പ്രിയത്തോടു കൂടി നമ്മൾ കേട്ടാലാണ് പറയണവർക്ക് പ്രിയത്തോടു കൂടി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അമ്മ അങ്ങനെയാണ് ഓരോന്നും ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിനായിട്ടൊരു ഉദ്യാനം തന്നെ ഉണ്ട് അത്രേ കൈലാസത്തിൽ. ആ ഉദ്യാനത്തിലേക്ക് ആരും കടന്നു ചെല്ലില്ല. ആ ഉദ്യാനത്തിലേക്ക് അതിന് ആ കാവൽക്കാരൊക്കെ ഉണ്ട്. അമ്മയും മഹാദേവനും കൂടിയിട്ട് അവിടെ, പാർവതിയമ്മയും മഹാദേവനും കൂടിയിട്ട് അവിടെ കടന്നിരുന്നു കഴിഞ്ഞാൽ ഈശ്വര കഥകൾക്ക് വിഘ്നം വരാണ്ടിരിക്കാൻ അല്ലേ. കൊച്ചു കൊച്ചു ചിവീടുകൾ പക്ഷികളൊക്കെ ചലച്ചാൽ അത്ര പോലും
അശ്രദ്ധ ആവരുതെന്ന് പറയാം. നമ്മുടെ മനസ്സ് ഈശ്വര കഥകൾ കേൾക്കുമ്പോൾ പൂർണ്ണമായിട്ടും ആ കേൾക്കുന്നതിലും പറയുന്നതിലും മനസ്സുറപ്പിച്ച് കേൾക്കണം. എന്നാലേ അത് വേണ്ടതുപോലെ നമുക്ക് അനുഭവമുള്ളൂ. ഭാഗവതമായാലും രാമായണമായാലും പറയുമ്പോൾ പറയും, ഇതാ ഞാൻ നിനക്ക് പറഞ്ഞു തരാം, അത് എന്താ പറയുക, അത് സാവധാനതയാ ശൃണു എന്ന് പറയണേക്കാം. സാവധാനതയ എന്ന് പറഞ്ഞാൽ പതുക്കെ എന്നല്ല, ശ്രദ്ധിച്ച് കേൾക്കുക. കേട്ടതിനെ പറ്റിയിട്ട് നമുക്ക് മനനം ചെയ്യാനൊക്കെ സാധിക്കണം. അപ്പോൾ അതുപോലെ നമ്മൾ കേൾക്കണം. കേട്ടാലാണ് നമുക്ക് ഓരോന്നും അനുഭവമാവുള്ളൂ. ശരിക്കും വേദവ്യാസ മഹർഷിയുടെ പുത്രനായിട്ട് ശ്രീശുക ബ്രഹ്മർഷി ഗോലോകത്തിൽ നിന്ന് വന്ന ശുഗമാണെന്ന് പറയും. ആ പൂർവജന്മ സ്മരണ കിട്ടാൻ വരെ കാരണമായത് ഈ ഒരു ഉമാമഹേശ്വര സംവാദത്തിലൂടെയാണെന്ന് പറഞ്ഞ് മഹാത്മാക്കൾ അനുസ്മരിച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ശ്രീശുകം സാക്ഷാൽ ഗോലോകം എന്ന് പറഞ്ഞൊരു ലോകമുണ്ട്. നമ്മൾ വൈകുണ്ഠ ലോകം വരെ കേട്ടിട്ടുള്ളൂ. അതിനപ്പുറത്ത് ഒരു ഗോലോകമുണ്ട്. ഗോലോകം എന്ന് പറഞ്ഞാൽ നിത്യസത്യമായിട്ടുള്ളതാണ് ഗോലോകം. ഇപ്പോൾ പ്രളയം വന്നാൽ എല്ലാം നശിക്കും എന്ന് പറയുന്നതോട് കൂടിയിട്ട്, അത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം നശിക്കും എന്ന് പറയുന്നതോട് കൂടിയിട്ട് എല്ലാ ലോകങ്ങളും അതലങ്ങളും വിതലങ്ങൾ പാതാളങ്ങൾ സ്വർലോകം ഭൂവർലോകം ഒക്കെ നശിക്കും, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഗോലോകം മാത്രം നശിക്കില്ല. ഗോലോകത്ത് രാധാകൃഷ്ണന്മാർ നിത്യവിഹാരം ചെയ്യണു. ആ രാധയിൽ നിന്നുണ്ടായ അനേകം ഗോപികമാരും കൃഷ്ണനിൽ നിന്നുണ്ടായ അനേകം ഗോപന്മാരും അവിടെ നിത്യവിഹാരം ചെയ്യാണ്. അപ്പോൾ ഭഗവാന്റെ അംശങ്ങളായിട്ട് തന്നെയാണ് നമ്മളും ജനിച്ചിരിക്കുന്നത്. ആ ഈശ്വരാംശങ്ങളായിട്ട് തന്നെയാണ്. അങ്ങനെ ഈശ്വരാംശങ്ങളായിട്ട് ജനിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ ഭഗവാന്റെ അംശങ്ങൾ തന്നെയാണ്. നമ്മുടെ എല്ലാവരും ഉള്ളിലും ആത്മാവായിട്ടിരിക്കേണ്ട ഭഗവാൻ തന്നെയാണ്. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ആ ഭഗവാനിൽ അലിഞ്ഞു ചേരേണ്ടതാണ്. അപ്പോൾ അത്രയും ആ ഭഗവാനോട് പ്രേമഭാവമുള്ളവരെ ഭഗവാൻ കൂട്ടിക്കൊണ്ട് ഗോലോകത്തേക്ക്, പിന്നെ ജനന മരണങ്ങളിലൊന്നും പെടാണ്ട് ഗോലോകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഗോലോകത്ത് വസിപ്പിക്കും നിത്യമായിട്ട് എന്ന് പറയണു. അങ്ങനെ ആ ഗോലോകത്ത് വസിപ്പിക്കും എന്നാണ് പറയണത്. അങ്ങനെയുള്ള ആ ഗോലോകത്ത് രാധാറാണിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇതായിരുന്നു, ആ തത്തയായിരുന്നു ശ്രീശുകം എന്നാണ് പറയുന്നത്. ആ തത്ത എപ്പോഴും രാധാകൃഷ്ണ മന്ത്രത്തിനെ ജപിച്ചുകൊണ്ട് ജപിച്ച് സാക്ഷാൽ എത്ര നാമം ജപിക്കുന്നു അത്രയും നാമം ജപിക്കും തോറും നമ്മൾ പറയില്ലേ, പണ്ട് എങ്ങനെ പറയില്ലേ, മാനവനെ മാധവനാവാൻ എന്തിനു വേണം, എത്രയാണോ നാമം ജപിക്കുക അത്രയും നാമം ജപിച്ച് നമ്മൾ പരിശുദ്ധമായിട്ട് തീർന്നാൽ നമ്മൾ ഈശ്വരനായിട്ട് മാറും. നാമജപത്തിനാണ് പ്രാധാന്യം. അങ്ങനെ രാധാകൃഷ്ണ മന്ത്രം ജപിച്ച് ശ്രീശുകം ബ്രഹ്മമായിട്ട് തീർന്നു. അപ്പോൾ പറഞ്ഞു, ഇനി ഭൂമിയിലേക്ക് ചെല്ലൂ, അവിടെ ചെന്നാൽ നിനക്ക് അവിടെയുള്ള നിയോഗങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ആ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. പക്ഷേ ഭൂമിയുടെ സ്പർശം ഉണ്ടായതോട് കൂടിയിട്ട് ആ ബ്രഹ്മം ആയിട്ട് ഇരുന്നിട്ട് പോലും ആ ശ്രീശുകനെ മായ ബാധിച്ചു. എവിടെ നിന്നാണ് വരുന്നത് എന്നെല്ലാം മറന്നു. പക്ഷേ എങ്ങനെയോ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദ്യാനത്തിലെ ഉമാമഹേശ്വരന്മാർ വന്നിരുന്ന് കഥ പറയുന്ന ആ ഉദ്യാനത്തിൽ വന്നു പെട്ടു. അപ്പം അവിടെ രാധാകൃഷ്ണ ചരിതമാണ് ഉമാമഹേശ്വരന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കേട്ടപ്പോൾ പൂർവജന്മസ്മൃതി എവിടുന്നാണ് പോകുന്നത്, എന്താണ് നിയോഗം എന്നൊക്കെ ഓർമ്മ വന്നു. മായ നീങ്ങിയപ്പോൾ ഉറക്കെ രാധേ കൃഷ്ണ എന്ന് ജപിക്കുന്നു. അപ്പോൾ അത് മഹാദേവൻ ആരാണ് ഇവിടേക്ക് അനുവാദമില്ലാണ്ട് കടന്നത് എന്ന് ഇതൊക്കെ ഭഗവാൻ അറിയണതാണ്. പക്ഷേ ആ ഭഗവാൻ കോപത്തെ അഭിനയിച്ചുകൊണ്ട് ആ ശുഗത്തിനെ വധിക്കാന്നുള്ള നിലയ്ക്ക് ശൂലം കൊണ്ട് പോകുമ്പോൾ ആ ശുഗം പറന്നു ചെന്ന് വേദവ്യാസ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ചെല്ലുന്നു. അവിടെ ആ മഹർഷിയുടെ പത്നിയുടെ ഗർഭത്തിലേക്ക് ഒരു കോട്ടുവായ ഇട്ടപ്പോൾ ആ വായിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്നാണ് പറയണത്. ആ ബ്രഹ്മം അങ്ങനെയുള്ളൊരു ഭാവത്തിൽ 16 വർഷക്കാലം ആ അമ്മ ഗർഭം ചുമക്കേണ്ടി വന്നു. 10 മാസം ചുമക്കണേൻ്റെ ബുദ്ധിമുട്ട് അറിയാമല്ലേ നമുക്കൊക്കെ.
16 വർഷം കഴിഞ്ഞിട്ടും ഭൂമിയിലേക്ക് വരാണ്ടായപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ രാധാറാണിയും കൂടി വന്ന് പറഞ്ഞു മായ ബാധിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ ശ്രീശുക ബ്രഹ്മർഷി ഭൂമിയിലേക്ക് വന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് എന്ന് പറയണു. ആ ശുഗബ്രഹ്മർഷിയുടെ കഥ അങ്ങനെ പറയണം. അങ്ങനെയുള്ള ആ ഉദ്യാനത്തിലെപ്പോഴും ആ കൈലാസത്തിലെ ഭഗവാന്റെ കഥകളാണ്. അങ്ങനെ ആ കഥകളെ കേട്ട് 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 അറിവുണ്ടായി, ഉള്ളിൽ അറിവുണ്ടായി. അങ്ങനെയാണ് കുഷ്മാണ്ഡാദേവി അറിവിനെ ഗർഭം ധരിച്ചവളായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഓരോ ദിവസവും നമ്മൾ ഓരോ ഭാവത്തിൽ പൂജിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി പൂജിക്കണം. അപ്പോൾ നമ്മളുടെയും അങ്ങനെയാണ് അറിവ്. ആ കുട്ടിപ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതാ ആ ബ്രഹ്മചര്യം എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് നമ്മൾ അറിവിനെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഈശ്വരനെ ആശ്രയിക്കുകയാണ് വേണ്ടത്. ലൗകികമായിട്ട് നമുക്ക് പല അറിവുകളുണ്ടാവാം, പുറമേക്കുള്ള കുറേ അറിവുകളുണ്ടാവാം, പഠിച്ചിട്ട് അറിയാം. പക്ഷെ ആ അറിവൊന്നും പൂർണ്ണമല്ല. പൂർണ്ണമായിട്ട് എല്ലാ വിദ്യയും അഭ്യസിക്കുമ്പോൾ ആ വിദ്യാഭ്യാസം അത് പൂർണ്ണമാവണമെങ്കിൽ ഈശ്വരനെ കൂടി അറിയേണ്ടതിനെ അറിയണം. അറിയേണ്ടതിനെ അറിഞ്ഞാലേ പൂർണ്ണമാവുള്ളൂ, ബാക്കിയൊന്നും പൂർണ്ണമാവില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ മറ്റുള്ള അറിവിനോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ടതാണ് നമ്മുടെ ഈ അറിവുകളൊക്കെ. നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് അറിയുന്ന പോലെ ഇതുപോലെ ശ്രവണത്തിലാണ് കലികാലത്തെ ഏറ്റവും പ്രധാനം പറയണത്. ശ്രവണമാണ്. വായിച്ചാലൊന്നും മനസ്സ് നിന്നൊന്നും വരില്ല, നാമം ജപിക്കാൻ മനസ്സ് നിന്നൊന്നും വരില്ല. അപ്പം ഇതുപോലെ കേൾക്കാൻ വന്നിരിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെ ഉറക്ക നാമം ജപിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർന്ന് നാമം ജപിക്കുക. അങ്ങനെയൊക്കെ ചെയ്താണ് നമ്മുടെ ഉള്ളിലേക്ക് കുറേശ്ശെ അറിവ് വന്നിട്ട് ആ അറിവിനെ നമുക്ക് ഓരോന്നും അറിയുള്ളൂ. അല്ലെങ്കിൽ അറിയില്ല, നമുക്കിതൊന്നും അറിയില്ല, എന്താണെന്നൊന്നും അറിയില്ല. നമ്മുടെ ഗ്രന്ഥങ്ങൾ എന്താ ഇതൊന്നും അറിയാണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണ കേട്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ട് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. അങ്ങനെ ഈ 4ാമത്തെ ദിവസം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ദിവസം ഉണ്ടാവുന്നത് എന്താണ്? അടുത്ത ഭാവം 5ാം ദിവസത്തിലെ ഭാവം, അമ്മയുടെ ഭാവം എന്താണെന്നറിയോ? സ്കന്ദമാത. 5ാം ദിവസം സ്കന്ദനെ പ്രസവിച്ചു അല്ലേ? നമ്മൾ തമിഴിൽ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? ജ്ഞാനപ്പഴം നീയല്ലേ ശ്രീ മുരുക എന്ന് പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? അറിവിൻ്റെ പഴമാണ് മുരുകൻ. അപ്പം ആരെയാണ് പ്രസവിച്ചത്? ആ ദേവി ആ അറിവിനെ കുഞ്ഞായിട്ട് പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ ആ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ദേവി ആ അറിവിനെ പ്രദാനം ചെയ്യുന്നു നമുക്കൊക്കെ വേണ്ടിയിട്ട്. ആ സ്കന്ദൻ അറിവിൻ്റെ പ്രതീകമായിട്ടാണ്. സ്കന്ദൻ പ്രണവം അച്ഛന് ഉപദേശിച്ചു കൊടുത്തതും ആ മുരുകനാണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ആ അത്രയും അറിവാണ് ആ സ്കന്ദൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ അറിവിൻ്റെ അമ്മയായിട്ട് വിളങ്ങണം. അപ്പോൾ നമ്മൾ ആരെ ആശ്രയിക്കണ്ടേ? നമുക്ക് ആ അറിവുണ്ടാവാൻ ആ അമ്മയെ ആശ്രയിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ആ അറിവ് നമ്മളുടെ ഉള്ളിലേക്കൊക്കെ പകർന്നു കഴിയുമ്പോൾ ആ അമ്മ നമ്മൾക്കൊക്കെ അറിവ് പകർന്നു കഴിയുമ്പോൾ നമുക്ക് ബോധ്യമാവും നമ്മൾ എത്രയായാലും ആശ്രയിക്കേണ്ടത് ഈശ്വരനെയാണെന്ന്. ഗോപികമാർക്ക് ആ തിരിച്ചറിവ് ഉണ്ടായ സമയം, ആ ഗോപികമാർക്ക് ഈശ്വരൻ നമ്മളെ രക്ഷിക്കാൻ വേറെ ആരുമില്ല, നമ്മളെപ്പോഴും കാത്തു രക്ഷിക്കേണ്ടത് ശ്രീകൃഷ്ണനാണെന്ന് മനസ്സിലായപ്പോൾ ഗോപികമാരെല്ലാവരും കൂടിയിട്ട് ആരെയാ പ്രാർത്ഥിച്ചതെന്നറിയോ? കാർത്യായനിയെ പ്രാർത്ഥിച്ചേ. അടുത്ത ദിവസത്തെ ഇത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കാർത്യായനിയായിട്ടാണ് അമ്മ വരുന്നത്. കാർത്യായനിയെ പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രാർത്ഥിച്ചത്? കാർത്യായനി മഹാമായേ മഹായോഗിന്നതീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ ഗുരുതേ നമ. കാർത്യായനോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് ആ നന്ദഗോപസുതൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭർത്താവായിട്ട് വരണേ. ഭർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലൗകികമായ ഈ ഭാഷയിൽ പറയുന്നതല്ല, ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കാൻ, ഞങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ സംരക്ഷണത്തിലായിട്ട് തീരാൻ അനുഗ്രഹിക്കണേ. ഈശ്വരൻ്റെ സംരക്ഷണത്തിലാവാൻ അമ്മോട് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടായിട്ടാണ് അവർക്ക് ആ ഈശ്വരൻ കൃഷ്ണ ആനന്ദമൊക്കെ അനുഭവിക്കാൻ സാധിച്ചത് അല്ലേ? രാസക്രീഡയൊക്കെ പറയുമ്പോൾ നമ്മൾ പറയണ പോലെയാണോ രാസക്രീഡ? നമ്മൾ രാസക്രീഡയെ പറ്റി കേട്ടിട്ടുണ്ട് അല്ലേ? കൃഷ്ണൻ
കുറേ ഗോപികമാരുടെ കൂടെ ഡാൻസ് ചെയ്തു അല്ലേ. പെൺകുട്ടികളൊക്കെ ഇങ്ങനെ വല്ലാണ്ട് പെൺകുട്ടികളുടെ പിന്നാലെയൊക്കെ നടക്കുമ്പോൾ കുട്ടികളൊക്കെ പറയും അവന് ആളൊരു കൃഷ്ണനാ എന്നൊക്കെ പറയും. അങ്ങനെ പരിഹസിക്കാൻ പോലും പാടില്ല, അതുവരെ മഹാപാപാണെന്നാണ് പറയണത്. അതിൻ്റെ ആ ഒരു സത്യം എന്താണ് അതൊന്നും മനസ്സിലാക്കാണ്ടാണ് നമ്മളിതൊക്കെ പറയണത്. ശരിക്കും രാസക്രീഡ എന്ന് പറഞ്ഞാൽ രസമായിട്ട് ക്രീഡിക്കുക, കളിക്കുക. രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രസോ വൈസഹ എന്നാ പറയുക. രസം എന്ന് പറഞ്ഞാൽ എന്താ? രസത്തിൻ്റെ മൂർത്തിഭാവമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അനുഭവിക്കുന്ന രസങ്ങളൊന്നുമല്ല. സന്തോഷം ഉണ്ടായാൽ സന്താപം ഉണ്ടാവും അല്ലേ, സുഖം ഉണ്ടായാൽ ദുഃഖം ഉണ്ടാവും, എല്ലാത്തിനും വിപരീതമുണ്ട്. പക്ഷേ ആനന്ദം അനുഭവിക്കാൻ സാധിച്ചാൽ അതിനൊരു വിപരീതമില്ല. ശരിയായ ആനന്ദത്തെ അനുഭവിക്കുകയാണ് ചെയ്തത് ഗോപികമാർ. ശരിയായിട്ടുള്ള ആ സച്ചിദാനന്ദം അനുഭവിച്ചു അവർ. ആ ഓരോരോ ഗോപിമാരും ഓരോരോ കൃഷ്ണനുമായിട്ട് ഇതാ ക്രീഡിച്ചു എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരുടെയും ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്നത് ഈശ്വരൻ തന്നെയാണെന്നുള്ള സത്യം ബോധിച്ചിട്ട് എല്ലാവർക്കും ആത്മാനന്ദം അനുഭവിക്കാൻ കഴിഞ്ഞു. തൻ്റെ ഉള്ളിൽ താൻ ഇതുവരെ പുറമേക്ക് കണ്ട കൃഷ്ണനല്ല, തൻ്റെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന കൃഷ്ണനാണ് വേണ്ടത് എന്നല്ലേ ഗോപികമാരത് മനസ്സിലാക്കി. ഖലു ഗോപികാ നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക്, അങ്ങനെയല്ലേ പറഞ്ഞേ. ആ ഗോപികമാരെന്താ എല്ലാവരുടെയും ഉള്ളിൽ അവർ മനസ്സിലാക്കി. ഞങ്ങൾ ഇതുവരെ വിചാരിച്ചത് നന്ദഗോപൻ്റെ മകനാണെന്നാണ് വിചാരിച്ചത്, അല്ല കേട്ടോ. എല്ലാവരുടെ ഉള്ളിലും ആത്മാവായിട്ടിരിക്കുന്ന ആ ഭഗവാനല്ല, ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ ആത്മാവായിട്ട് അങ്ങ് തന്നെയാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ നിലനിൽപ്പില്ല. അങ്ങ് ഉള്ളിലില്ലെങ്കിൽ ഈ ശരീരം വരും ജഡമായിട്ട് തീരും. അങ്ങ് തന്നെയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആ ഈശ്വരനെ തിരിച്ചറിയുക, നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ തിരിച്ചറിയുക, നമ്മുടെ ഉള്ളിലുള്ള ആ മഹത്വത്തെ തിരിച്ചറിയുക. അതാണ് ആ രാസക്രീഡ കൊണ്ട് എന്നുള്ള ഭാവം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് കുറേ സ്ത്രീകളും ഒരു പുരുഷനും ചേർന്നിട്ടുള്ള നൃത്തമൊന്നുമല്ല അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഉദാഹരണത്തോടു കൂടി കാണിച്ചു തരണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ വേണ്ടതുപോലെ ഗ്രഹിച്ചാൽ മാത്രമാണ് നമുക്ക് ആ അറിവുണ്ടാവുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആരെ പൂജിക്കുന്നു? കാത്യായനിയെ പൂജിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് കാത്യായനി ഭാവത്തിൽ അമ്മയുടെ ഓരോ ഭാവങ്ങളാണ്. ഓരോ ഭാവത്തിലും അമ്മയെ പൂജിക്കുകയാണ് ചെയ്യണത്. ആ കാത്യായനിയുടെ ആ ഭാവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭാവം എന്താ? ഗൗരി അല്ലേ, മഹാഗൗരിയാണ് പിന്നെ വരുന്നത്. മഹാഗൗരി ആണ് വരുന്നത്. ഗൗരി എന്ന് വെച്ചാൽ വെളുത്ത നിറമുള്ളവള് എന്നാണ് അർത്ഥം. വെളുത്ത നിറമുണ്ടാവുക എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ആ പരിപൂർണ ശുഭ്ര നിറത്തോടു കൂടിയവളാണ് ഗൗരി എന്ന് വെച്ചാൽ. ഗൗരിക്ക് മുമ്പ് കാളരാത്രി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഗൗരി, അത് വിട്ടുപോയതാണ്. കാളരാത്രിയാണ് ആദ്യം വരുന്നത്. കാളരാത്രി എന്ന് വെച്ചാൽ അതിഭീകരമായിട്ടുള്ള ഭാവമാണ് അമ്മയുടെ കാളരാത്രി ഭാവം. കാരണം ഈ അറിവുണ്ടാവുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനത്തിൻ്റെ ഇരുട്ടിനെ മനസ്സിലാക്കണം ആ അമ്മ. എന്നിട്ട് ആ അജ്ഞാനത്തിൻ്റെ ഇരുട്ടുമായിട്ട് അമ്മ അതിനോട് ഭീകരഭാവത്തിൽ അമ്മ ആ അജ്ഞാനത്തിനെ മുഴുവനും ഇല്ലാണ്ടാക്കുകയാണ്. കാളരാത്രിയുടെ ഭാവം അതാണ്. അജ്ഞാനം നിറഞ്ഞിട്ടുള്ള നമ്മൾ ഓരോന്നും അറിയുമ്പോഴല്ലേ നമ്മുടെ അറിവില്ലായ്മ നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ആ അജ്ഞാനത്തിനെ ഇല്ലാണ്ടാക്കുന്നൊരു ഭാവം അതാണ് കാളരാത്രി. അത് കഴിഞ്ഞ് അജ്ഞാനമൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മഹാഗൗരിയായി അല്ലേ. നമ്മുടെ മനസ്സിലെ മനോമാലിന്യങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ, നമ്മൾ പരിശുദ്ധമായി കഴിഞ്ഞാൽ, ആ നിർമ്മലമായി കഴിഞ്ഞാൽ, അപ്പോൾ എങ്ങനെയാണ് ആ മനസ്സ് പളുങ്ക് പാത്രം പോലെയാവും. അപ്പോഴാണ് നമ്മൾ മഹാഗൗരി, നമ്മുടെ തന്നെ ഒരേ ഭാവങ്ങളായിട്ട് ഇതിനെ സങ്കല്പിക്കുക, മഹാഗൗരിയായിട്ട് തീരുന്നു. ആ മഹാഗൗരിയിൽ നിന്നാണ് പിന്നെ സിദ്ധമാത എന്നുള്ള ഭാവം വരുന്നത്. അതെങ്ങനെയാണ് ആ സിദ്ധമാത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എല്ലാ മനോമാലിന്യങ്ങളും തീർന്ന് ഈശ്വരനെ അനുഭവിക്കാനായിട്ട് സാധിക്കുമ്പോൾ പല വിധത്തിലുള്ള ഐശ്വര്യങ്ങൾ, അഷ്ടൈശ്വര്യങ്ങൾ അല്ലേ, അണിമ മഹിമ രുഹിമ എന്നൊക്കെ പറഞ്ഞുള്ള അഷ്ടൈശ്വര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് ഇടവരും എന്നുള്ളതൊക്കെയാണ് ഓരോരോ ദിവസത്തെ പൂജകളിലൂടെ നമ്മൾ ആ ദേവിയെ പൂജിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്.
ഇതൊക്കെയാണ് നമ്മുടെ നവരാത്രി എന്ന് പറഞ്ഞാൽ ആ ഒരു 9 രാത്രികൾ. നമ്മൾ ശരിക്കും ഇവിടെ എന്താ ചെയ്യണേ? നമുക്കൊക്കെ നവരാത്രി എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളമൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ നല്ല സന്തോഷം. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം, ഇത്തവണ ദുർഗാഷ്ടമി 2 ദിവസം വരണേന്ന് പ്രാർത്ഥിക്കും നമ്മൾ. അപ്പോൾ 2 ദിവസം പുസ്തകം വായിക്കാണ്ട് കയ്യോട്ട് തൊടണ്ട, അങ്ങനെയുള്ളൊരവസ്ഥയിൽ. പക്ഷെ അതൊന്നുമല്ല, നമ്മുടെ ഈ കേരളത്തിൽ മാത്രമാണ് അങ്ങനെ പഠിപ്പിനെ മാറ്റി വെച്ചിട്ട് അങ്ങനെ ഒരു പൂജയുടെ ഭാവമുള്ളൂ. ശരിക്കും എല്ലാ ദിക്കിലും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയുധ പൂജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന് എല്ലാം ഇപ്പം നൃത്തം അറിയണവർ നൃത്തം ചെയ്തിട്ട് തൻ്റെ നൃത്തത്തിൻ്റെ ഈശ്വരൻ അത് എങ്ങനെയാണ് ജന്മന ഉണ്ടാവുന്ന ഒരു കഴിവാണ് അല്ലേ. നൃത്തം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ആ ജന്മന ഉണ്ടാവുന്ന കഴിവാണ് നൃത്തം. അപ്പോൾ അതിന് നൃത്തം ആരുടെ? ഈശ്വരനാണ്. കലകൾക്കും അധിപതിയായിട്ടുള്ള ഭഗവാന് വേണ്ടിയിട്ട് ആ നൃത്തത്തിനെ നൃത്തം ചെയ്ത് സന്തോഷിപ്പിക്കണം. നമ്മുടെ ഓരോ കഴിവിനെയും പാട്ട് പാടാൻ അറിയണവർ പാട്ട് പാടണു, നവരാത്രി സംഗീതോത്സവമൊക്കെ ഇല്ലേ, പാട്ട് പാടാൻ അറിയണവർ പാട്ട് പാടണു, കഥ പറയാൻ അറിയണവർ, അതുപോലെ നൃത്തം ചെയ്യാൻ അറിയണവർ നൃത്തം ചെയ്യണു, ഓരോ വാദ്യോപകരണങ്ങൾ ചെയ്യാൻ പഠിക്കണവർ അത് അറിവുള്ളവർ അവരവരുടെ അറിവിൻ്റെ തലത്തിൽ ഇരുന്നു കൊണ്ട് ഈശ്വരനെ തനിക്ക് എന്താണോ ഈശ്വരൻ അറിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയത് അത് ഈശ്വരന് സമർപ്പിച്ച് പൂജ ചെയ്യണം. പിന്നെ എന്തിനാണ് നമ്മൾ ഈ പഠിക്കുന്ന പുസ്തകങ്ങൾ മാത്രം ഇങ്ങനെ എടുത്തു വച്ച്, അത് മാത്രമാണല്ലോ പഠിക്കണ പുസ്തകം വായിക്കാൻ പാടില്ല, എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു ദിവസത്തെ മാറ്റി വയ്ക്കണത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ, ഒരു വർഷക്കാലം നമ്മൾ ചെയ്തത് അല്ലേ, ഒരു വർഷക്കാലം നമ്മൾ ബാഹ്യമായ പലതിനും വേണ്ടിയിട്ട് നമ്മൾ ആ പുസ്തകങ്ങളൊക്കെ പുറമേ നിന്നുള്ളത് നമുക്ക് ബാഹ്യമായിട്ട് കിട്ടേണ്ടതിനെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കതിപ്പോൾ ഭൂമിയിൽ വന്നാൽ ഓരോരുത്തർക്ക് അനുസരിച്ചിട്ട് വേണ്ടേ, ജോലിക്കും ഉദ്യോഗത്തിനും പല ലക്ഷ്യത്തോടു കൂടിയിട്ട് നമ്മൾ ചെയ്യണം. ആ പഠിപ്പിനെയൊക്കെ ശ്രേഷ്ഠമാക്കണമെങ്കിൽ, അതൊക്കെ വേണ്ടതുപോലെ ആവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനെയൊക്കെ വേണ്ടതുപോലെ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനൊക്കെ അടിസ്ഥാനമായിട്ടിരിക്കുന്ന ഈശ്വരനെ മറക്കരുത് അല്ലേ. അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് എല്ലാം സമർപ്പിച്ചിട്ട് ഇതുവരെ പഠിച്ചതും എല്ലാം ആ ദേവിയുടെ പാദത്തിൽ, സരസ്വതിയുടെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈശ്വരനെ ഉപാസിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ദിവസം ബാക്കിയെല്ലാം നീക്കി വെച്ചിട്ട് ഈശ്വരനെ ഉപാസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഈശ്വരോപാസന വേണ്ടതുപോലെ അങ്ങനെ ആ ഈശ്വരോപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ഓരോ ദിവസവും നമ്മൾ ചെയ്യണം. ആ ഒരു ദിവസം ഈശ്വരനെ ഉപാസിച്ച് ഇതുവരെ ഞാൻ പഠിച്ചതെല്ലാം വേണ്ടതുപോലെ എനിക്ക് പ്രയോജനപ്പെടണം എന്നുള്ളത്. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് ആത്മീയമായ അറിവുണ്ടായാൽ മാത്രമേ പല ഘട്ടങ്ങളിലും നമുക്ക് ആ അറിവുണ്ടാവണം. അങ്ങനെ ആ അറിവുണ്ടായാൽ മാത്രമാണ് നമുക്ക് ഈശ്വരൻ ആ അറിവിനോടുകൂടി, അല്ലാണ്ട് മറ്റതുണ്ടായാൽ നമുക്ക് വേണ്ടത്ര പ്രയോജനപ്പെടില്ല അല്ലേ. നമുക്കിപ്പോൾ പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ട്, പഠിച്ചു, പക്ഷെ പഠിച്ചത് വേണ്ടതുപോലെ നമുക്ക് പ്രയോജനപ്പെടണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? അത് വേണ്ട സമയത്ത് തോന്നണ്ടേ? ഇപ്പോൾ എല്ലാം അറിയാം, നന്നായി പഠിച്ചു, നല്ല മാർക്ക് വാങ്ങി, പരീക്ഷയ്ക്ക് ചെന്നിരുന്നു, പെട്ടെന്ന് തലചുറ്റി വീണു, പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള വിഘ്നങ്ങളൊന്നും വരുത്താതെ കണ്ട് എല്ലാം വേണ്ടതുപോലെ ആവാൻ എന്തു വേണം? നമുക്ക് നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ഭയം കൊണ്ടാവാം ആ കുട്ടിക്ക് പരീക്ഷ വേണ്ടതുപോലെ എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ഭയം കൊണ്ടാവാം ആ കുട്ടി തല ചുറ്റി വീണത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ആ ഭയം കൊണ്ട്. പക്ഷെ അതിനെ എഴുതാൻ പറ്റിയില്ല, പേടി കൊണ്ടാണ്. പലരും എന്നെ വിളിക്കാറുണ്ട് പരീക്ഷ അടുക്കുമ്പോൾ, സുദർശനമേ മക്കൾക്ക് നല്ല പേടിയുണ്ട്, പരീക്ഷയ്ക്ക് നല്ല പേടിയുണ്ട്, എഴുതാൻ പറ്റുമെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അവൾക്ക് എഴുതാൻ പറ്റില്ല എന്നാണ് തോന്നണേ. കാരണം കുട്ടികൾക്കൊന്നും ഇന്നുള്ളവർക്കൊക്കെ ടെൻഷൻ, പേടി അങ്ങനെയാണ്. ഒരാൾക്കും ഒരു ആത്മവിശ്വാസമില്ല, അവനവനിൽ വിശ്വാസമില്ല. ഇതൊക്കെ ചെയ്തിട്ട് എനിക്കിത് വേണ്ടതുപോലെ എന്തിൻ്റെയോ ഒരു കുറവ് അത് അനുഭവപ്പെടുകയാണ് കുട്ടികൾക്ക്. ഇത് എനിക്ക് വേണ്ടതുപോലെ ചെയ്യാൻ പറ്റണില്ല.
പലപ്പോഴും അത് ജോലി ചെയ്യണവരും പലരും എന്നെ അങ്ങനെ വിളിച്ച് പറയാറുണ്ട്. അവർക്ക് എന്തിനാ ഭയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ടതുപോലെ ആവില്ല, ഞാൻ ശരിയല്ല, ഞാൻ വേണ്ടതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഒരവസ്ഥയിലേക്ക് പോണത് എന്തുകൊണ്ടാണ്? ഒരു ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ട്. എന്താണ് ആത്മവിശ്വാസം? നമ്മുടെ ഉള്ളിലൊക്കെ ആത്മാവായിട്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയിൽ അത് ഏത് ഭാവത്തിലായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, കൃഷ്ണനായിക്കോട്ടെ, മഹാദേവനായിക്കോട്ടെ, ഏതൊരു ഭാവത്തിൽ, ഏതെങ്കിലും ഒരു ഭാവത്തിൽ അതിലൊരു ഉറപ്പ് വേണം. കുട്ടികളോട് പറയുമ്പോൾ ധാരാളം പഠിക്കാനുണ്ട്, അപ്പം നാമം എന്നോട് വന്നിട്ട് പറയും ധാരാളം പഠിക്കാനുണ്ട്, അപ്പം നാമം ചൊല്ലാനൊന്നും സമയം കിട്ടാറില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ നാമം ചൊല്ലണ്ട, നിങ്ങൾ രാവിലെ പുസ്തകം എടുത്തുനിന്ന് നിർത്തുമ്പോൾ പ്രാർത്ഥിക്കുക, ഇതാണ് എൻ്റെ കർത്തവ്യം, ഞാനിതാ സരസ്വതി പൂജ ചെയ്യുകയാണെന്ന് പ്രാർത്ഥിച്ചിട്ട് പഠിച്ചോളൂ. അപ്പോൾ ആ പഠിക്കുന്നതിൽ ഒരു ആത്മാർത്ഥത ഉണ്ടാവും. അതിൽ ആത്മാർത്ഥമായിട്ട് പഠിക്കുക. ആ പഠിച്ച് സമർപ്പിക്കുമ്പോൾ സരസ്വതി പൂജയാണ് എന്നുള്ള ഭാവത്തിൽ പഠിച്ചോളൂ. അപ്പോൾ അത് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഈശ്വര പൂജ. എൻ്റെ ഒരു കസിൻ്റെ മകളുണ്ട്. ആ കുട്ടിയൊക്കെ നമ്മളൊക്കെ എന്തെങ്കിലും പരീക്ഷയൊക്കെ ഉണ്ടായി അമ്പലത്തിൽ വഴിപാട് വയ്ക്കും. പരീക്ഷ വേണ്ടതുപോലെ ജയിച്ചാൽ, പരീക്ഷ വേണ്ടതുപോലെ ആയാൽ ഇന്നത് ചെയ്തോളാം, അങ്ങനെയാണ് വഴിപാട് വയ്ക്കുക. ആ കുട്ടി അങ്ങനെയല്ല. ആ കുട്ടി പ്രാർത്ഥിക്കുക, അമ്മയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുക, ഇന്ന് പരീക്ഷ ഞാൻ പഠിച്ചിട്ടുണ്ട് അമ്മ, വേണ്ടതുപോലെ എല്ലാം ഓർമ്മയിൽ വരണം. ഓർമ്മയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് 3 പ്രാവശ്യം സഹസ്രനാമം ജപിക്കാം. അങ്ങനെയാണ്. എന്നിട്ട് പരീക്ഷ കഴിഞ്ഞ് വന്നാൽ നല്ല എളുപ്പമായിരിക്കും. 3 പ്രാവശ്യം സഹസ്രനാമം. എല്ലാത്തിലും റാങ്ക് മേടിച്ചിട്ട് ആ കുട്ടി ജയിച്ചേക്കണത്. ആ കുട്ടി പറഞ്ഞു എനിക്കിപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചില്ലെങ്കിലും പറ്റും, പക്ഷേ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അപ്പം എനിക്ക് 3 പ്രാവശ്യം സഹസ്രനാമം ജപിക്കാമല്ലോ. അപ്പം അമ്മോട് അങ്ങനെ വാക്ക് പറഞ്ഞു. അപ്പം ആ ജപിക്കാനുള്ള കൊതി കൊണ്ടാണ് അത്രയും അങ്ങനെ പ്രാർത്ഥിക്കണത്. അത്രയും ഒരു ഡെഡിക്കേഷൻ, അത്രയും ഒരു ഉറപ്പുണ്ട് ആ കുട്ടിക്ക്, ഒരു ബലമുണ്ട്. എനിക്ക് കൈത്താങ്ങായിട്ട് ആ ഓർമ്മയിലും ബുദ്ധിയിലൊക്കെ ഈശ്വരൻ വിളങ്ങുക, ആ വേണ്ടത് വേണ്ടപ്പോൾ തോന്നാൻ സാധിക്കാൻ ചിലതിനൊക്കെ ഇതുപോലെ ഉള്ള സത്സംഗങ്ങളിൽ ഇരുന്ന് കേട്ട് ആ ഈശ്വരനിലെ ഏതെങ്കിലും ഒന്നിലൊരു ഉറപ്പുണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും മനസ്സ് പതറി പോവുകയുള്ളൂ. പല ഘട്ടത്തിലും നമ്മൾ വെറുതെ പൂജ ചെയ്തത് കൊണ്ടോ വഴിപാട് ചെയ്തത് കൊണ്ടോ മാത്രം കാര്യമില്ല. പൂജയും വഴിപാടുകളൊക്കെ ചെയ്യണത് ഒരു ക്ഷേത്രത്തിൽ വന്ന് വഴിപാട് ചെയ്യുക, അവിടെ പുഷ്പാഞ്ജലി കഴിക്കുക, അതൊക്കെ ചെയ്യണതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ക്ഷേത്രത്തിലെ ചൈതന്യം വർദ്ധിക്കും. ഇപ്പം ഇവിടെ വന്നിങ്ങനെ കയറിയപ്പോൾ വലിയ വലിയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അതിനേക്കാളും എത്രയോ ചൈതന്യത്തോട് കൂടിയിട്ട് നിറഞ്ഞിരിക്കണ അമ്മയാണ്. അമ്മയെ കണ്ടപ്പോൾ തന്നെ മനസ്സിൽ വളരെ സന്തോഷമായി. കാരണം ഈ അമ്മയെ കാണാൻ ഇന്ന് എനിക്ക് യോഗ ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത്. അല്ലെങ്കിൽ 2 മണിക്ക് എന്നെ കണ്ട ഒരാളോട് ഇരിക്കുന്നുണ്ടെങ്കിൽ പറയും ഞാൻ അവർക്കേ മനസ്സിലാവുള്ള അവസ്ഥ. അതുപോലെ ആസ്മയുടെ ബുദ്ധിമുട്ടും ചുമയും ഒക്കെ ആയിട്ട് 2 മണി വരെ ഞാൻ കിടക്കുകയായിരുന്നു. 2 മണി കഴിഞ്ഞിട്ട് അവിടെ എണീറ്റ് ഇങ്ങോട്ട് പോരാൻ യാത്ര ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടത് വെച്ചാൽ അതിൻ്റെ ബലം അമ്മയാണ്. ഈ അമ്മയുടെ അടുത്തേക്ക് സന്നിധിയിലേക്ക് എത്താനുള്ള എന്തോ ഒരു പൂർവ്വജന്മ സുഹൃതം, ഏതോ ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ബലം, ആ കാരണന്മാരുടെ അനുഗ്രഹങ്ങളുടെ ബലം എനിക്ക് അനുഭവമായിട്ട് ഇവിടെ വന്നാൽ അത്രയും ആ അമ്മയുടെ മുന്നിലേക്കൊന്ന് നോക്കിയപ്പോഴേക്കും പിന്നെ എല്ലാ വിഷമങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും തീർന്നു. അങ്ങനത്തെ ഒരവസ്ഥയിൽ അത്രയും ചൈതന്യമുണ്ട് ഇവിടെ വരുമ്പോൾ. അത് പുറമേ നിന്ന് ഇങ്ങനെ കയറി വരുന്നവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഇവിടെ ഉള്ളവർക്ക് അതെനിക്ക് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കത് വല്ലാണ്ട് അനുഭവപ്പെട്ടു. ആ അമ്മയുടെ ആ ഒരു ചൈതന്യം അത്രയും നിറഞ്ഞു നിൽക്കണു. അപ്പം നമ്മൾ ചെയ്യുന്ന പൂജകൾക്കും വഴിപാടുകൾക്കൊക്കെ ഫലമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ആ ചൈതന്യം അത് നമ്മളിലേക്ക്, ആ ചൈതന്യം നമ്മളിലേക്ക് എത്തണം, നമ്മുടെ ആ ഗ്രാമത്തിലേക്ക് എത്തണം, നമ്മുടെ ഓരോ ഗൃഹങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ആ അമ്മയുടെ സന്നിധിയിൽ വന്നിരുന്ന് ഇതുപോലെ സത്സംഗങ്ങൾ ചെയ്യണം, ധാരാളം നാമം ജപിക്കണം, ഇവിടെ സഹസ്രനാമങ്ങൾ ജപിക്കുക, അങ്ങനെയുള്ളതൊക്കെ ചെയ്താൽ മാത്രമാണ് അത് നമ്മളിലേക്ക് വരുള്ളൂ. കാരണം നമ്മളുടെ മനോമാലിന്യങ്ങൾ നീങ്ങണം. നമ്മുടെ ഉള്ളിലുള്ള മനോമാലിന്യങ്ങളാണ് നമുക്കും ആ ചൈതന്യത്തിനും ഇടയിൽ വിഘ്നം വരുന്നത്. നമ്മുടെ ഉള്ളിലും ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന അതേ ചൈതന്യം തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്. ആ ചൈതന്യത്തിനെ പ്രകാശിക്കാത്തത് നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ആ മാലിന്യം കൊണ്ടാണ്. അപ്പോൾ ആ മാലിന്യങ്ങളെ നീക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ക്ഷേത്ര സന്നിധികളിൽ വന്നിരുന്ന്
നാമം ജപിക്കുകയാണ് വേണ്ടത്. അപ്പോൾ പിന്നെ എപ്പോഴും പറയുന്ന എപ്പോഴും എന്താ ചെയ്യുക, നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നാമം ജപിക്കുക. ഇവിടെ വന്നിരുന്നു പരസ്പരം എല്ലാവരും ഒരേ ഭാവത്തോടു കൂടി ഒരേ മനസ്സോടു കൂടിയിട്ട് പരസ്പരം നമുക്ക് യാതൊരു വിധത്തിലും അതാണ് വേണ്ടത്. ഒരാൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്ന കാര്യം പല ദിക്കിലും ക്ഷേത്രങ്ങളിൽ നാമം ജപിക്കുന്നിടത്ത് തന്നെ കണ്ടിട്ടുണ്ട്. ഒരു നാമജപ സമിതി എനിക്കറിയാം. ആ സമിതിയിൽ ഒരാൾ നാമം ജപിക്കുമ്പോൾ വേറൊരാൾക്ക് പിടിക്കില്ല, വേറൊരാൾ നാമം ജപിക്കുമ്പോൾ വേറൊരാൾക്ക് പിടിക്കില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ്. അപ്പോൾ അവിടെ വരെ സ്പർദ്ധ വരികയാണ്. കാരണം ഇത് ആരുടെയും കുറ്റമല്ല, അത്രയും മനോമാലിന്യങ്ങൾ നമ്മളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. എന്നിട്ട് കുറേ കാലമായിട്ട് നാമം ജപിച്ചിട്ടും ഇതിന് വേണ്ടിയിട്ടാണ്. ഒരാൾ മൈക്കെടുത്ത് നാമം ജപിച്ചാൽ മറ്റേയാൾക്ക് കൊടുക്കില്ല. എന്നിട്ട് മറ്റേയാൾ അതിനു വേണ്ടി തമ്മിത്തല്ലായി, വഴക്കായി, പ്രശ്നങ്ങളായി. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് ആലോചിച്ച് നോക്കും. വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അത് വരുമ്പോൾ. അപ്പം അതല്ല വേണ്ടത്. നമ്മളെല്ലാവരോടും നമുക്ക് ഒരു കഥയുണ്ട്. വൃന്ദാവനത്തിൽ നടന്നൊരു കഥയാണ്. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഒരിക്കൽ വൃന്ദാവനത്തിൽ ചെന്നിട്ട് ഗോപികമാർ വൃന്ദാവനത്തിൽ നിന്ന് മധുരയ്ക്ക് പോയിട്ട് അവിടെ ധാരാളം അന്ന് കംസൻ്റെ പിറന്നാളാണ്, അതിന് വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ധാരാളം വെണ്ണയും പാലും ഒക്കെ വേണം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വിൽക്കാൻ പോയി. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഗോപികമാരുടെ തിരിച്ചു വന്നപ്പോൾ ഗോപികമാരുടെ മുഖത്തൊക്കെ ഒരു മ്ലാനത. അപ്പോൾ കണ്ണൻ ചോദിച്ചു എല്ലാവരോടും, എന്താ നിങ്ങൾക്കൊക്കെ ഒരു വിഷമം പോലെ? അല്ല കണ്ണാ, ഞങ്ങളിന്ന് അവിടെ ചെന്നപ്പോഴേ അവിടെ ആ കംസൻ്റെ പിറന്നാളായിട്ട് ഞങ്ങളിത് കൊണ്ടുപോയതാണ്. അവിടെയുള്ള സ്ത്രീകളെ കാണണം. മധുരാ പട്ടണത്തിലുള്ള സ്ത്രീകളൊക്കെ എന്തൊരു മനോഹരമായ വസ്ത്രങ്ങളാണ് ഉടുത്തിരിക്കുന്നത്. നല്ല നല്ല വസ്ത്രങ്ങൾ, നല്ല സാരികളൊക്കെ ഇങ്ങനെ ഉടുത്തിരിക്കുന്നു. കല്ല് പതിച്ചതൊക്കെ ആയിട്ട് ഗോപികാവേഷങ്ങളൊക്കെ അണിഞ്ഞ് എല്ലാവരെയും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾക്കൊന്നും അത്ര നല്ല വസ്ത്രങ്ങളൊന്നുമില്ല. ഞങ്ങൾക്കൊക്കെ സങ്കടമാവുക അത് കണ്ടപ്പോൾ അങ്ങനെ വസ്ത്രങ്ങളില്ലാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണൻ പറഞ്ഞു, നമുക്ക് അതിന് വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അതുവരെ ഇല്ലാണ്ട് ഒരു കച്ചവടക്കാരൻ വരുന്നു, സാരി വിൽക്കാനായിട്ട് കച്ചവടക്കാരൻ വരുന്നു. അപ്പോൾ കൃഷ്ണൻ ചെന്നിട്ട് എല്ലാ സാരിയും ആ കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് എല്ലാ സാരിയും കൃഷ്ണൻ മേടിച്ചു. നന്ദഗോപരോട് പറഞ്ഞു, അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു. നന്ദഗോപരോട് പറഞ്ഞു ഇതൊക്കെ ഇവിടെ വേണം എന്ന് പറഞ്ഞിട്ട് എല്ലാം മേടിച്ചു. അപ്പോൾ ഇനി വരാനിരിക്കുന്നത് അവിടെ ഹോളി മഹോത്സവമാണ്, അവിടെ ഗംഭീരമായിട്ട് വരാനിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഗോപികമാർക്കൊക്കെ വസ്ത്രം കൊടുക്കാനാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ പട്ടുചേലകൾ, നല്ല നല്ല കല്ലുകൾ, മുത്തുകളൊക്കെ പതിപ്പിച്ച് മനോഹരമായ ചേലകളൊക്കെ മേടിച്ചു. അതൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ട് അവിടെ വച്ചിട്ട് അതെല്ലാം അവിടെ ഒരു കദംബ മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നിരുന്നു. ഇതൊക്കെ അവിടെ വച്ചിട്ട് അപ്പോൾ കണ്ണനും നല്ല ഭംഗിയിലൊരു മഞ്ഞ ഒരു ചേല എടുത്തിട്ട് പുതച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, ഗോപികമാരോട് പറഞ്ഞു, എല്ലാവരും വരൂ, നിങ്ങൾക്ക് സാരി നിങ്ങളല്ലേ പറഞ്ഞ സാരി വേണമെന്ന്, ഞാൻ സാരി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായി. എല്ലാവരും വരിയായിട്ട് നിൽക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ രാധാറാണിയെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. രാധാറാണിയോട് പറഞ്ഞു, രാധയ്ക്ക് കണ്ണനെ ആദ്യം കൊടുക്കുക. കണ്ണനെ ഏറ്റവും ഇഷ്ടം രാധയല്ലേ. ഗോപികമാർക്കും അതെ, രാധയും കൃഷ്ണനും കൂടിയിട്ടാവുമ്പോഴാണ് ഗോപികമാർക്ക് സന്തോഷം രാധയോടാണ്. അപ്പം രാധ ആദ്യം ചെല്ലും, രാധ ആദ്യം വാങ്ങുന്നു. രാധ ആദ്യം രാധയുടെ കയ്യിൽ നല്ല മനോഹരമായിട്ടൊരു വസ്ത്രം കൊടുത്തു. അപ്പം രാധ അവിടെ വച്ചു. പിന്നെ ഓരോരുത്തർക്കും വസ്ത്രം കൊടുക്കുമ്പോൾ രാധയും ആ കണ്ണൻ്റെ കൂടെ നിന്ന് വസ്ത്രം കൊടുക്കാനൊക്കെ സഹായിച്ച് ഓരോരുത്തരും. അപ്പോൾ ചിലവർക്കൊക്കെ കണ്ണാ എനിക്ക് 2 എണ്ണം തരുമോ, കണ്ണാ എനിക്ക് 3 എണ്ണം തരുമോ എന്നൊക്കെ ചോദിച്ച് ഓരോരുത്തർ കൂടുതൽ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ചോദിച്ചതൊക്കെ കണ്ണൻ കൊടുത്തു. അപ്പോൾ ചിലർ 2 എണ്ണം, ചിലർ 3 എണ്ണം, ചിലർ 5 എണ്ണം ഒക്കെ മേടിച്ച് കൊണ്ടുപോയി. വസ്ത്രമൊക്കെ എല്ലാവർക്കും കിട്ടി, എല്ലാം കഴിഞ്ഞു, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പണ്ട് ഊട്ടിക്ക് വെച്ചിട്ട് ഒരു ഗോപിക വരുന്നു. ആ ഗോപികയുടെ വസ്ത്രമൊക്കെ വല്ലാണ്ട് മുഷിഞ്ഞിട്ടുണ്ട്. ശരീരത്തിലെ മുടിയൊക്കെ അങ്ങനെ വല്ലാണ്ട് എണ്ണ തേക്കാണ്ടൊക്കെ പാറിപ്പറന്ന് ക്ഷീണിച്ച് എവിടെയോ പണി കഴിഞ്ഞ് ഓടി വരികയാണ്. ഒരു ദാരിദ്ര്യമുള്ള ഒരു കുടുംബത്തിലെയാണ്. അപ്പോൾ അത് ഏതോ വീടുകളിലൊക്കെ പണി ചെയ്തിട്ടാണ് ആ ഗോപിക കഴിയണത്. അപ്പോൾ കണ്ണൻ ഇങ്ങനെ വസ്ത്രം വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ വസ്ത്രം കിട്ടണേക്കാളും
അവൾക്ക് കണ്ണൻ അടുത്താണ്, അവളുടെ വീടിന് അടുത്തിരുന്നിട്ട് ആ വസ്ത്രം വയ്ക്കുക. കണ്ണനെ ഒന്ന് കാണാനുള്ള കൊതിയോടുകൂടി ഓടി മുമ്പിൽ വന്ന് ഇങ്ങനെ നിന്നു. അപ്പോൾ എല്ലാവരും അവളെ ഇങ്ങനെ നോക്കി. സാരി ആണെങ്കിൽ കണ്ണൻ്റെ കയ്യിൽ കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു, അയ്യോ സാരി കഴിഞ്ഞുല്ലോ, സാരി ഒന്നുമില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എല്ലാം വാങ്ങിയ സാരിയൊക്കെ കഴിഞ്ഞു, ഇനി അടുത്ത തവണയാവട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 ആരെങ്കിലും 2 കിട്ടിയ ആൾക്കാരുടെ അടുത്തേക്ക് കണ്ണൻ നോക്കി, 3 മേടിച്ചവരുടെ അടുത്തേക്ക്, 5 മേടിച്ചവരുടെ അടുത്തേക്കൊക്കെ നോക്കി, ആരെങ്കിലും ഒരു സാരി അവൾക്ക് കൊടുക്കുമോ എന്ന് ആലോചിച്ചിട്ടാണ് നോക്കിയതേ. ആരും കൊടുക്കണില്ല. പെട്ടെന്ന് തന്നെ രാധാറാണി തനിക്ക് കിട്ടിയ മനോഹരമായ, എല്ലാവരിലും മനോഹരമായ സാരിയാണ് രാധാറാണിക്ക് കിട്ടിയ. രാധാറാണി അത് വേഗം അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു എന്ന് മാത്രമല്ല, അവളെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയി അടുത്തുള്ള സരസ്സിൽ പോയി അവളെ സുന്ദരിയായിട്ട് കുളിപ്പിച്ച് അതിമനോഹരിയായിട്ട് അണിയിച്ചൊരുക്കി എല്ലാവരുടെ മുമ്പിലും കൊണ്ടൊന്ന് നിർത്തി. അപ്പോൾ ഭഗവാൻ പറയുന്നത് ഇതാണ് രാധ. രാധയ്ക്ക് ഒന്നേ അറിയുള്ളൂ, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ. അവിടെ സ്വാർത്ഥതയില്ല, നിസ്വാർത്ഥമായിട്ട് നിഷ്കപടമായിട്ട് നിഷ്കളങ്കമായിട്ട് സ്നേഹിക്കാൻ ആർക്കാണോ സാധിക്കുന്നത് അവരാണ് എൻ്റെ രാധ എന്ന് പറഞ്ഞു. നമുക്ക് കണ്ണൻ്റെ രാധയായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ആ ഈ ഒരു പ്രേമഭാവം നമ്മുടെ ഉള്ളിലുണ്ടായാൽ മതി. എല്ലാവരുടെയും ഉള്ളിൽ എല്ലാവരോടും ഒരുപോലെ സ്നേഹിക്കാൻ സാധിക്കുക. ചിലപ്പോൾ നമ്മളോട് അവർ എങ്ങനെയെങ്കിലും പെരുമാറണം. ഓരോരുത്തരും നമ്മളോട് എന്തെങ്കിലും വിഷമത്തിൽ പെരുമാറുമ്പോൾ ആലോചിക്കാതെ അവരുടെ കർമ്മപ്രാരാബ്ധങ്ങളെ കൊണ്ട് അവരിതാ നമ്മളോട് പറയണതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ പോലെ തന്നെ അവരോട് പ്രതികരിക്കാൻ പോയാൽ നമ്മളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പം അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. സ്പർദ്ധ മനസ്സിലുണ്ടായാൽ അവിടെ ഈശ്വരൻ അവിടെ വരില്ല. അല്ലെ, രാമായണത്തിൽ എവിടെയാണ് എനിക്ക് ഇരിക്കാൻ ഇടം എന്ന് സീതയും രാമനും കൂടിയിട്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ എവിടെയാ വാസസ്ഥാനം എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെയാണ്? എല്ലാവരോടും ഒരുപോലെ സ്നേഹിച്ച് ദ്വന്ദ്ങ്ങളൊന്നും ഇല്ലാണ്ട് എപ്പോഴും ആ ഈശ്വരനെ, എല്ലാത്തിലും ഈശ്വരനെ കാണുന്നത് ആരാണോ അവരുടെ മനസ്സിലിരിക്കുമെന്നാണ് പറഞ്ഞേക്കണേ അല്ലേ. ആ ഭക്തി ദേവിയുടെ രാധയുടെ മറ്റൊരു ഭാവമാണ് ഭക്തി. ആ ഭക്തി ദേവി ഭാഗവതത്തിൽ കാണാം. എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് ചോദിക്കുന്നു. ഭാഗവതത്തിൽ ഭക്തി വന്നിട്ട് ഭാഗവതം കേൾക്കാൻ ഞാൻ എവിടെ ഇരിക്കണം എന്ന് ചോദിക്കുമ്പോൾ ഭക്തിയോട് പറയണം, ആ ഏകാന്തമായിട്ട് എപ്പോഴും എന്നെ മാത്രം സ്മരിച്ചുകൊണ്ട് എല്ലാവരിലും ഇരിക്കുന്നത് ഞാനാണെന്നുള്ള ഭാവത്തിൽ ആരാണോ ഇരിക്കുന്നത് അവരുടെയൊക്കെ മനസ്സിലിരുന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഭക്തി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിൽ നമ്മളിത് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അവരെന്നെ അങ്ങനെ പറഞ്ഞിട്ടല്ലേ ഞാനങ്ങനെ പറഞ്ഞത്, അവരെന്നെ അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ഞാനിങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് തോന്നിയിരിക്കും. അതൊക്കെ അറിവില്ലായ്മയുടെ തലത്തിൽ നിൽക്കുമ്പോഴാണ്. അങ്ങനെയല്ല വേണ്ടേ. നമ്മളോട് ആരെന്ത് ചെയ്താലും നമുക്ക് ആ പുഞ്ചിരിയോട് കൂടിയിട്ട് അതിനെ മറക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ നമ്മുടെ ആ നിമിഷം മുതൽ നമ്മുടെ ഉള്ളിൽ ആ രാധാഭാവം വന്നു തുടങ്ങി. അങ്ങനെ ഓരോന്ന് കഴിഞ്ഞ് നമുക്ക് എല്ലാവരോടും എപ്പോഴും ഞാൻ പറയണേ, ബാക്കി ഒന്നും വേണ്ട. നമ്മൾ പൈസ കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഒന്നുമില്ലെങ്കിലും എല്ലാവരെയും കാണുമ്പോൾ നമ്മൾ ഒന്ന് മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ സാധിച്ചാൽ എത്ര നല്ല കാര്യമാണ്. ചിലപ്പോൾ വല്ലാണ്ട് സങ്കടപ്പെട്ടിരിക്കണ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ടാവും നമ്മളൊന്ന് പുഞ്ചിരിക്കണേ. ആ പുഞ്ചിരി അവർക്ക് ഒരാശ്വാസം കൊടുക്കുന്നുണ്ടാവും. ചില വാക്കുകൾ അവർക്ക് ഒരാശ്വാസം കൊടുക്കുന്നുണ്ടാവും. അപ്പം അതിനൊക്കെ നമുക്ക് ഭഗവാൻ നമ്മളെ നിയോഗിച്ചിരിക്കുന്നതിനാണ്. മനുഷ്യന് മാത്രമേ മനോഹരമായിട്ട് ഇങ്ങനെ പുഞ്ചിരിക്കാൻ സാധിക്കുന്നത്, മനുഷ്യന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഒന്നും വേണ്ട, നമുക്ക് എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ സാധിച്ചൂടെ? ആരുടെ കയ്യിൽ നിന്നും നമ്മളൊന്നും ആഗ്രഹിക്കാണ്ട് എല്ലാവരോടും നമുക്ക് എല്ലാവരോടും ഒരു സ്നേഹഭാവം വച്ചൂടെ? അതിനൊന്നും പൈസ കൊടുക്കേണ്ട കാര്യമില്ല, ഒന്നും നേടാനില്ല. അപ്പോൾ നമ്മൾ 2 കൂട്ടരും തമ്മിൽ മത്സരിച്ചിട്ട് എന്ത് നേടാനാണല്ലേ? ഒന്നുമില്ല, ഒരു കാര്യത്തിനും നേടാനില്ല അല്ലേ. ഇവിടെ അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ കൂടിയിട്ട് സ്വത്തിനും മുതലിനും വേണ്ടി അടിപിടി കൂടണു, വഴക്ക് കൂടണു, എന്തെല്ലാം കാര്യത്തിൽ തമ്മിൽ കൂടിയിട്ട് അവിടെ ചുറ്റും മതിൽ കെട്ടി ഇതെൻ്റെ എന്ന് പറഞ്ഞു വെക്കണം. ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ആണോ ഇത്? ഏതെങ്കിലും ഒന്നും നമ്മളുടെ ആണോ? നമ്മളിതാ അത് കെട്ടി എത്രയോ പേര് ഇതെൻ്റെ എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോയതാണ് ഇതൊക്കെ
ഓരോ വർഷവും കെട്ടിട നികുതിയും ഭൂനികുതിയൊക്കെ കൊടുക്കാണ്ട് നമുക്കിവിടെ താമസിക്കാൻ പറ്റണില്ല. അപ്പം നമ്മളും വാടകയ്ക്കാർ തന്നെയാണ് ഇവിടെ. നമുക്ക് ആർക്കും ഒന്നും സ്വന്തമല്ല. ഇത്തിരി നേരമല്ലേ, അല്പസമയം നമ്മൾ കാണുള്ളൂ. ആ സമയത്ത് സന്തോഷമായിട്ടിരിക്കുക, പരസ്പരം തമ്മിൽ തന്നെ കൂടാണ്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്തിനാ നമ്മളുടെ ഉള്ളിലുള്ള ആ വിട്ടുകൊടുക്കാൻ മനസ്ഥിതി ഇല്ലാണ്ട് ഇരിക്കുന്ന ഭാവമുണ്ടല്ലോ, അതാണ് ഏറ്റവും നമ്മൾക്ക് ദ്രോഹമായിട്ട് തീരുക. ഏറ്റവും വിഷം ആണ് നമ്മളുടെയൊക്കെ ഉള്ളിലാണ്. നമ്മുടെ ശത്രുക്കളൊക്കെ നമ്മുടെ ഉള്ളിലാണ്. ഓരോന്നിൻ്റെ പുറകെ പിടിച്ച്, ഒരാഗ്രഹത്തിൻ്റെ പുറകെ പിടിച്ചിട്ട് ആഗ്രഹം, നൈരാശ്യം, ക്രോധം, ലോഭം അങ്ങനെയുള്ളത് വരുന്നു. അങ്ങനെ വന്നാണ് നമ്മളൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും മതപ്പതിച്ച് പോണത്. പല പേരും പറഞ്ഞു, ജാതിയുടെ പേര് പറഞ്ഞും മതത്തിൻ്റെ പേര് പറഞ്ഞും അത് പറഞ്ഞിട്ടൊക്കെ തമ്മിൽ തന്നെ കൂടുന്നു. ഇതൊക്കെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരൊക്കെ, എൻ്റെ അനുഭവത്തിൽ ഞാൻ എല്ലാ വിധത്തിലുള്ളവരോട് ഇടപഴകിയിട്ടുണ്ട്. ഇന്നേ വരെ ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടും, ഏത് ജാതിയായാലും ഏത് മതമായാലും അവർ തമ്മിലൊരു സ്പർദ്ധ തോന്നിയിട്ടില്ല. അവരൊക്കെ നമുക്ക് സഹായം ചെയ്തിട്ടുള്ളൂ പരസ്പരം. പക്ഷേ നമ്മളെ കൊണ്ട് എന്താ കുട്ടിക്കൊരങ്ങിനെ കൊണ്ട് ചുടിചോറ് വാരിക്കുക എന്ന് പറയുന്ന പോലെ നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്തിട്ട് പലരും മുതലെടുക്കുകയാണ് നമ്മളെ. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും നമ്മളുടെ ഈ സനാതന ധർമ്മത്തിന് ഒരിക്കലും ചുതി സംഭവിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഇവിടെ ഈ വിളക്കുകളൊക്കെ ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നുണ്ട് അല്ലേ. ഇതിൻ്റെ ഇത് ഇങ്ങനെ ഒരു വെള്ള ലൈറ്റ്, അത് ഇപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ തീയൊക്കെ ഇട്ട് ഇതൊക്കെ പുക പിടിച്ചു, ഇതിനൊക്കെ എത്ര പ്രകാശം ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. അതുപോലെ സനാതന ധർമ്മത്തിലൊരു ചുതിയും വന്നിട്ടില്ല. അതിനൊക്കെ ഇങ്ങനെ കുറേ അജ്ഞാനങ്ങളുടെ പുക പിടിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ വഴക്കിടാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ നേരം ഓരോരോ ക്ഷേത്രാങ്കണങ്ങളിലും ഇതുപോലെയുള്ള സത്സംഗങ്ങൾ വെച്ച് നല്ല നല്ല ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്ത് അതൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് പകർത്തി അതിൽ നിന്ന് കേൾക്കണതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ദിവസം ഒരാശയെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക. എന്നിട്ട് നമ്മളുടെ ജീവിതത്തിൽ അത് നമ്മൾ അനുഷ്ഠിക്കുന്നു, സത്യം ചെയ്യുക. ഇപ്പം എല്ലാവരോടും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ പെട്ടെന്ന് അനിഷ്ടം തോന്നുന്ന സ്വഭാവമാണെങ്കിൽ നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കുക, ഇന്ന് മുതൽ ഞാനത് ചെയ്യില്ല. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ആദ്യമൊക്കെ നമ്മൾ തോറ്റുപോക്കോട്ടെ, പിന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വരും. അങ്ങനെ നമ്മൾക്ക് ഓരോരുത്തർക്കും മാറ്റം വരുമ്പോൾ നമുക്ക് അത്ഭുതമായിട്ട് കാണാം. മറ്റുള്ളവർക്കൊക്കെ എന്തൊരു മാറ്റം വന്നേന്ന്, അവർക്കൊന്നല്ല ശരിക്കും മാറ്റം വന്നേ, നമുക്ക് ആ മാറ്റം വന്നേ. നമ്മുടെ വീട്ടിൽ ശാന്തിയും നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടെങ്കിൽ നമ്മൾ ഒരാൾ മാത്രം വിചാരിച്ചാൽ മതി, വേറെ ആരും വിചാരിക്കണ്ട അല്ലേ. പണ്ട് ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു പക്ഷിയെ കയ്യിൽ പിടിച്ചിട്ട് ഇരിക്കുന്ന ഒരു മഹാത്മാവിൻ്റെ കഥ. ഈ പക്ഷി ജീവനുള്ളതാണോ മരിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ പറയും, അത് അങ്ങയുടെ കയ്യിലിരിപ്പ് മനസ്സ് പോലെയാണ് അതിൻ്റെ ജീവൻ. ഞാനിപ്പോൾ ജീവനുള്ളതാണെന്ന് പറഞ്ഞാൽ അങ്ങ് അതിനൊരു ഞെക്കും. അപ്പോൾ അത് ചത്തുപോകും. ഞാൻ ചത്തതാണെന്ന് പറഞ്ഞാൽ അങ്ങ് പറത്തി വിടും. കാരണം അങ്ങേക്കിപ്പോൾ എന്താ, ഞാൻ പറയുന്നതിൻ്റെ എതിരായിട്ടത് നടക്കണമെന്നുള്ള അങ്ങയുടെ മനസ്സ് അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ നമ്മളുടെ മനസ്സ് പോലെയാണ് നമുക്ക് വന്നു ചേരുന്ന സുഖങ്ങളായാലും ദുഃഖങ്ങളായാലും ദുരിതങ്ങളായാലും. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ മോചനം കിട്ടണമെങ്കിൽ എന്തേ വേണ്ടു? ഈശ്വരനെ ആശ്രയിക്കുക അല്ലേ. ആപതി കിം കരണീയം സ്മരണീയം ശരണയുഗളം അമ്പായാം എന്ന് പറയുന്നു. അമ്മയുടെ ആ പാദങ്ങളെ സ്മരിക്കുക മാത്രമേ വേണ്ടൂ എന്നാണ് പറയുന്നത്. അങ്ങനെയാവുമ്പോഴേക്കും അല്ലേ, ഏതാ ശരിയാണ്, ഏതു നേരേതു തെറ്റെന്നറിയില്ല, ഏതു നേർവഴി എന്നും അറിയില്ല, ഏതു നേരവും നീ തുണയേകണേ. അമ്മോട് അതാ പറയുള്ളൂ, ഏതു നേരവും അമ്മത്തെ നമുക്കറിയില്ല, നമ്മളിലാണോ നേര്, നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ അറിയില്ല. അപ്പോൾ പിഴച്ച് കാല് വയ്ക്കാണ്ടിരിക്കാൻ ആര് വേണം? അമ്മയുടെ കയ്യെ നമ്മൾ പിടിച്ച് നടക്കില്ല. അമ്മോട് പറയാം, എൻ്റെ കൈ മുറുകെ പിടിക്കണേ, ഒരടി പിഴച്ച് വയ്ക്കാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കുക. അതാണ് വേണ്ടത്. ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ ഒരുപാട് സമയത്ത് എനിക്ക് ഏറ്റവും എൻ്റെ ഉള്ളിൽ ആ ഒരു ഭാവമാണ് കൃഷ്ണനോടുള്ള ആ ഒരു ഭാവത്തിലാണ് കാണുന്നത്. അമ്മ എന്ന് പറഞ്ഞാൽ രാധാറാണി, അച്ഛൻ
പിന്നെ കൃഷ്ണൻ അച്ഛനായിട്ടല്ല, മകനായിട്ടാണോ, അച്ഛനായിട്ടാണോ, ഭർത്താവായിട്ടാണോ, കാമുകനായിട്ടാണോ, ഏത് ഭാവത്തിലാണോ വെച്ചാൽ എല്ലാ ഭാവത്തിലും കൃഷ്ണൻ തന്നെയാണെന്ന് അറിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ആ ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട്, ഒരടി മുന്നാക്കം വയ്ക്കുമ്പോൾ അത് പഴച്ചാൽ അതിന് ഉത്തരവാദി ഞാനല്ല കേട്ടോ ഗുരുവായൂരപ്പ, അവിടെ നിന്ന് തന്നെയാണ്. ഞാൻ പഴച്ചു പോകണം എന്നാണ് ആഗ്രഹം വെച്ചാൽ ഭഗവാന്റെ ഇച്ഛ വെച്ചാൽ അങ്ങനെ, അതല്ല നന്നാവണം അതൊക്കെ ഭഗവാന്റെ ഇച്ഛ. ഞാനിതാ അവിടുന്ന് ചലിപ്പിക്കുന്ന പാവ അതുപോലെ ചലിക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മളൊരു ഭാവം വച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് ആ ഭഗവാന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ ശരിക്കും നമ്മളായിട്ട് ഒന്നും ചെയ്യണില്ല എന്നുള്ള സത്യം മനസ്സിലാവും. അത് ഉറപ്പായിട്ടും ആ സത്യം മനസ്സിലാവും. അത് ഓരോ നിമിഷവും നമുക്ക് അനുഭവമായിട്ട് തീരും. ആ ഒരു സത്യം നമുക്ക് അനുഭവമാക്കി തീരും. ഭഗവാൻ ഇന്ന് ഇവിടെ ഈ നിങ്ങളുടെയൊക്കെ മുമ്പിലിരുന്ന് ഇതുപോലെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താ പറയണേന്നുള്ളതൊക്കെ ആ ഭഗവാന് മാത്രമേ അറിയുള്ളൂ. അത് ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ കഥകൾ പറയാൻ. രാധാറാണിയുടെയും കണ്ണൻ്റെയും വൃന്ദാവനത്തിൻ്റെയും ഒക്കെ കഥകൾ പറയാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. ആ കൊതി മാത്രമേ ഉള്ളൂ. സംസ്കൃതമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, ഭാഗവതമൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ അങ്ങനെ എപ്പോഴും ഞാൻ അങ്ങനെ ഒരു പരിഭവം പരാതിയൊക്കെ പറയുന്ന കാരണം കൊണ്ടാകുന്നുണ്ട് ഭഗവാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഭാഗവതം വായിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നെ കൊണ്ട്. അതും ഈശ്വരൻ്റെ ഒരു നിയോഗമാണ്, ഒരു തവണയെങ്കിലും വായിച്ച് പൂർണ്ണമാക്കാൻ. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഭാഗവതം വായിച്ചിട്ട് ഇതൊന്നും മനസ്സിലാവില്ല. കേട്ടാൽ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ വായിക്കാൻ അത്ര ഇല്ല. കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു സപ്താഹത്തിൽ പൂർണ്ണമായിട്ട് എന്നെ കൊണ്ടത് ഗുരുവായൂരപ്പനെ ഇരുത്തി നാരായണാലയത്തിന് വെച്ചിട്ട് ഒരു അക്കിത്ത ഭാഗവതം എന്ന് പറഞ്ഞിട്ട്, അക്കിത്തം തിരുമേനി മലയാളത്തിൽ ആ മൂലം ഭാഗവതം തന്നെയാണ്, പക്ഷെ അത് മലയാളത്തിൽ എഴുതിയത് മനോഹരമായിട്ടുള്ളത് സുഖമായിട്ട് മനസ്സിലാവും. ഇപ്പം എന്താണെന്ന് വെച്ചാൽ അതാണ് നിയോഗം. മൂലഭാഗവതവും അക്കിത്ത ഭാഗവതവും എടുത്തു വെച്ചിട്ട് ഇതിങ്ങനെ പാരായണം ചെയ്യുക. അപ്പം ഭഗവാന് എന്താ എല്ലാം ആ നമ്മുടെ ഇച്ഛ പോലെ നമ്മൾക്ക് ആ ഓരോന്നിനും അതിൻ്റേതായ സമയം വരണ വരെ നമുക്ക് തോന്നുക. അതാണ് നമുക്ക് ആ സമയം വരുമ്പോൾ അതൊക്കെ നമ്മുടെ കൈകളിലെത്തി നമുക്ക് വേണ്ടതുപോലെ ആവും. അപ്പം അത് വേണ്ടതുപോലെ നമുക്ക് പ്രയോജനപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും തന്നെ വിചാരിക്കണം. അതിനാദ്യം വേണ്ടത് നമ്മുടെ മനസ്സിനെ ആദ്യം തന്നെ അതിന് ആ മനസ്സ് ആ ഈശ്വരനിലേക്ക് തിരിക്കുക. ആ ഭഗവാന്റെ കഥകൾ ധാരാളം കേൾക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, അമ്മയുടെ തിരുമുമ്പിൽ വന്നിരുന്നിട്ട് അമ്മയുടെ നാമം ജപിക്കുക. ഇവിടെ ഇരുന്നിട്ട് ഏതൊരു ഭാവത്തിലായാലും അമ്മയോളം കാരുണ്യം, അത്രയും കാരുണ്യമൂർത്തിയാണ് അമ്മ. അപ്പോൾ ആ അമ്മയുടെ തിരുസന്നിധിയിൽ ഇരുന്നിട്ട് ഭഗവാന്റെ കഥകൾ പറയാനും കേൾക്കാനൊക്കെ സാധിക്കുക വെച്ചാൽ അത് പുണ്യമാണ്. നമ്മളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത് ആ അമ്മ തന്നെയാണ്. അമ്മയുടെ പാദത്തിൽ മനസ്സുകൊണ്ട് എപ്പോഴും മനസ്സുകൊണ്ട് നമസ്കരിക്കണു. ഇങ്ങനെ ഇത്രയും നിറഞ്ഞ വേദിയിലിരുന്ന് ഇങ്ങനെ പറയാനൊക്കെ ഒരു അവസരം തന്നത് അമ്മയല്ലേ. അതും എത്രയോ ദൂരെ നിന്ന് ഇവിടെയൊക്കെ എത്രയോ പേര് കേട്ട് ഇതിലും എത്രയോ സുന്ദരമായിട്ട് ഈശ്വര കഥകളെ പറയാവുന്നവർ ധാരാളം പേരുണ്ട്. അവിടെ നിന്ന് തെരഞ്ഞു പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് എന്നെ ഇരുത്തിയെന്നുണ്ടെങ്കിൽ അതാ കൊതിയുണ്ട്. നമുക്കൊന്ന് കൊതിച്ചാൽ മതി, ആത്മാർത്ഥമായിട്ട് കൊതിച്ചാൽ അത് ഭഗവാൻ ആ അമ്മ സാധിച്ചു തരും. ആത്മാർത്ഥമായിട്ടുള്ള കൊതി മാത്രമാണ് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത്, അത് ഉറപ്പാണ്. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ആത്മാർത്ഥമായിട്ട് നമ്മൾ കൊതിച്ചാൽ അത് എത്തും. ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ ഞങ്ങളുടെ പരദേവതയുണ്ട്. ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ്, കൊടകര അടുത്ത് പന്തലൂർ എന്ന് പറയുന്ന സ്ഥലം. അപ്പം ഞങ്ങളുടെ നാട്ടിലെ പുതുക്കാട് അടുത്ത് കുറുമാലി എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രം, അവിടെ കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രം, അത് ഞങ്ങളുടെ പരദേവതയാണ്. അപ്പോൾ ഒരിക്കൽ ഇപ്പോഴൊന്നുമില്ല, ഞാൻ എൻ്റെ ചെറിയ കുട്ടിയായിരിക്കണം, ആ ഒരു കാര്യം കൂടി പറയാം കേട്ടോ. എന്നിട്ട് നമുക്ക് സത്സംഗം സമർപ്പിക്കാം. കാരണം ഓരോ അനുഭവങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഈ കൃഷ്ണനോട് അന്നും ഗുരുവായൂരപ്പനോടാണ് ഒരു ഇഷ്ടം. ഗുരുവായൂർക്ക് പോകാമെന്ന്, ആരെങ്കിലും ഗുരുവായൂർക്ക് പോകാമെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് സന്തോഷമാണ്. എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം എൻ്റെ അച്ഛനും ഗുരുവായൂരപ്പൻ്റെ ഭക്തനായിരുന്നു. പിന്നെ അച്ഛൻ്റെ മുമ്പിൽ ശരിക്കും ഭഗവാൻ വൈദ്യനാഥൻ്റെ ഭാവത്തിൽ വന്ന് അനുഭവമാക്കി തന്നിട്ടുണ്ട്. അച്ഛന്
മാറാത്ത ഒരു വാതരോഗം പിടിപെട്ടിട്ട് എല്ലാവരും പറഞ്ഞു മാറില്ല, ഈ വാതരോഗം മാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൈയൊഴിഞ്ഞ സമയത്ത് അച്ഛൻ ഗുരുവായൂരപ്പനെ വിളിച്ചപ്പോൾ, ഗുരുവായൂരപ്പ എനിക്ക് നടക്കാൻ സാധിച്ചാൽ ഞാൻ എല്ലാ മാസവും അവിടുത്തെ മുമ്പിൽ വന്ന് തൊഴുത് നമസ്കരിച്ചോളാം എന്ന് പ്രാർത്ഥിച്ചിട്ട്, പിന്നീട് അവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള അത്ര വലിയൊരു പേരും പ്രശസ്തിയൊന്നും ഇല്ലാത്ത അദ്ദേഹം വന്നിട്ട് ഒരു മരുന്ന് ഞാൻ നോക്കട്ടെ എന്നിട്ട് നോക്കട്ടെ മാറുമെന്ന് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ചികിത്സിച്ചിട്ട് അച്ഛന് നടക്കാൻ സാധിച്ചു. അച്ഛന് കണ്ണ് കാണാണ്ടാവണ ഒരച്ഛൻ എല്ലാ മാസവും ഗുരുവായൂർ പോവാറുണ്ട്. അങ്ങനെ ഒരു തവണ അച്ഛൻ പോയി വന്നപ്പോൾ ആ ഗുരുവായൂരിന്ന് ഒരു ഭക്തപ്രിയ മാസിക കൊണ്ടുവന്ന് തന്നു. അപ്പം അത് കൊണ്ടുവന്ന് തന്നപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഭക്തപ്രിയ മാസികകൾ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. എൻ്റെ മനസ്സിലന്ന് ചെറുതാണ്, വായിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ വിചാരം എന്താണെന്ന് അറിയോ, ഗുരുവായൂരപ്പൻ ഇതൊക്കെ വായിക്കുന്ന ഇതാ ഈ പുസ്തകത്തിലെ ഗുരുവായൂരപ്പൻ്റെ അല്ലേ ഭക്തപ്രിയ മാസിക. അപ്പം ഇതൊക്കെ ഗുരുവായൂരപ്പൻ വായിക്കും. കാരണം എന്താ വെച്ചാൽ പൂന്താനം മുത്തശ്ശൻ്റെ ജ്ഞാനപ്പാന ഗുരുവായൂരപ്പൻ വായിച്ചില്ലേ, അപ്പോൾ ഇതൊക്കെ വായിക്കാണ്ടിരിക്കും. അപ്പോൾ അത് ഭക്തന്മാർ സമർപ്പിക്കുന്നതല്ല, അപ്പം ഒക്കെ വായിക്കുന്ന. ഞാൻ എന്നിട്ട് എപ്പോഴും സ്വപ്നം കാണുക, ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഏതെങ്കിലുമൊക്കെ തിണ്ണയിലോ എവിടെയെങ്കിലും മരത്തിൻ്റെ മുകളിലൊക്കെ ഇരുന്നിട്ട് കാലിങ്ങനെ ആട്ടിയിട്ട് ഗുരുവായൂരപ്പൻ ഈ ഭക്തപ്രിയ മാസിക വായിക്കേണ്ട അന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണും. അപ്പം എനിക്കിങ്ങനെ കൊതിയായി. ഒരു കീർത്തനം ഗുരുവായൂരപ്പന് എഴുതി സമർപ്പിച്ച് ഭഗവാൻ വായിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ട്, ചെറുതായിരിക്കുമ്പോഴാണ് കേട്ടോ എഴുതിയൊക്കെ വെച്ചിട്ട്. പിന്നെ എനിക്ക് തോന്നി നമ്മൾ കുട്ടികളൊക്കെ എഴുതണ്ടൊക്കെ ഇതിൽ വയ്ക്കുന്നില്ല, വലിയ വലിയ ആൾക്കാരുടെയൊക്കെ അല്ലേ എഴുതുള്ളൂ. അത് അയച്ചൊന്നും കൊടുത്തില്ല. അയച്ചു കൊടുക്കാൻ അഡ്രസ്സോ കാര്യങ്ങളോ അതൊന്നും അറിയില്ല, അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊന്നും നിശ്ചയില്ല. പിന്നെ അത് മറന്നുപോയി, അവിടെ ഇട്ടു. അതൊക്കെ കഴിഞ്ഞു, കുറേ കഴിഞ്ഞു, കല്യാണമൊക്കെ കഴിഞ്ഞ് 40-45 വയസ്സായ സമയത്ത് ഒരു തവണ ഒരിക്കൽ ഞാൻ വീട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല, എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, ഇങ്ങനെ മനസ്സിലിങ്ങനെ തോന്നുക കുറച്ച് വരികൾ ഇങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. അതിങ്ങനെ ഇങ്ങനെ എഴുതി വെച്ചു. ഒരു ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു, അതിൻ്റെ ചുറ്റും ഇങ്ങനെ നിറച്ച് എഴുതി വെച്ചു. അത് എനിക്കങ്ങനെ അതിന് മുമ്പ് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കഥകളും ഒക്കെ എഴുതിയിട്ടുണ്ടെന്നല്ലാണ്ട് അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് അത് കോഴിക്കോട് എത്തി. അന്ന് കോഴിക്കോട് താമസിച്ചിരുന്നത്. കോഴിക്കോട് എത്തി അതൊക്കെ പകർത്തി നോക്കിയപ്പോൾ ഇതിപ്പോൾ ഇനി എന്താ ചെയ്യുക, അതൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോഴാണ് ആദ്യമായിട്ട് ആ സമയത്ത് എനിക്ക് സപ്താഹം കേൾക്കാനൊരു ഭാഗ്യം ഉണ്ടായത്. അത്രയും വർഷമായിട്ടാണ് ഞാൻ 45 വയസ്സൊക്കെ ആയിട്ടാണ് ഞാനൊന്ന് സപ്താഹം കേട്ടേക്കണേ. അപ്പോൾ സപ്താഹം കേൾക്കാൻ ഭാഗ്യം ഉണ്ടായിട്ട് പോയപ്പോൾ അവിടെ ആഞ്ഞം കൃഷ്ണൻ തിരുമേനിയായിരുന്നു സപ്താഹം വായിക്കാൻ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആഞ്ഞത്തിൻ്റെ കയ്യിൽ ഇത് കൊടുക്കാം, എന്താ പറയുക നോക്കട്ടെ എനിക്ക് കൊടുത്തപ്പോൾ അദ്ദേഹം അതിങ്ങനെ തിരിച്ച് മറിച്ച് നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇത് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല, ഇതേ ഇവിടെ കൊടുത്തോളൂ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കത് ആരാന്നൊന്നും മനസ്സിലായില്ല. അപ്പോൾ വേഗം മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു എന്നോട്. ഇല്ല, അത്രയ്ക്ക് അങ്ങനെ അറിയുമെന്ന്, അങ്ങനെ പുറത്ത് പോയിട്ടോ അങ്ങനെയൊന്നും അറിയില്ലൊക്കെ. ഇത് മനസ്സിലായി, ഇതാണ് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത്ഭുതമായി. കാരണം ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് നേരിട്ടിട്ട് അറിയില്ല എന്നുള്ളത് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൊടുത്തു. അദ്ദേഹം വേഗം അത് വായിച്ചിട്ട് എടുത്ത വായിക്ക് പറഞ്ഞത്, എത്രയോ കാലമായിട്ട് പരിചയമുള്ള ആളുടെ പോലെ, സുദർശനെ ഇത് നമുക്ക് ഭക്തപ്രിയയിൽ അങ്ങോട്ട് പ്രസിദ്ധീകരിക്കാമെന്ന്. അപ്പം ഗുരുവായൂരപ്പനോട് ചെറുപ്പത്തിൽ എപ്പോഴോ ആഗ്രഹിച്ചൊരാഗ്രഹം അത് പറഞ്ഞ് ഞാനേ മറന്നുപോയി. പക്ഷെ ഗുരുവായൂരപ്പൻ അത് മറക്കാണ്ട് വച്ചിട്ട്, അതും എൻ്റെ അമ്മയുടെ കീർത്തനമാണ്. അതിലത്തെ വരിയാണ് ഞാൻ നേരത്തെ പാടിയത്. ഏതു നേരേതു തെറ്റെന്നറിവില, ഏതു നേർവഴി എന്നും അറിവില, ഏതു നേരവും നീ തുണായകണേ ശ്രീ കുറുമാലിക്കാവിൽ ഭഗവതി. ഒട്ടുമില്ലെനിക്കർഹതയെങ്കിലും ഒന്നുമില്ല നിനക്കേകുവാനെങ്കിലും, ഒട്ടും വൈകാതെ എന്നിൽ കനിയണേ ശ്രീ കുറുമാലിക്കാവിൽ ഭഗവതി. അത് ആ തൊട്ടിട്ട് ആ വരെ അക്ഷരം അങ്ങനെ എഴുതിയിട്ടാണ് ഉണ്ടായത്. അപ്പം അത് ഭഗവാൻ നമ്മുടെ ആ ഒരു ആഗ്രഹം എപ്പോഴെങ്കിലും ഭഗവാനോട് പറഞ്ഞാൽ അത് സമയമാകുമ്പോൾ ഭഗവാൻ നമുക്ക് അനുവദിച്ച് തരും. നമ്മൾ മറന്നാൽ ഈശ്വരൻ മറക്കില്ല.
അത് തീർച്ചയായിട്ടും. അതുപോലെ നമ്മളെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ആ തെറ്റ് ചെയ്തിട്ട് ആ ചെയ്ത തെറ്റിനെ നമ്മുടെ ഉള്ളിൽ കുറ്റബോധമായിട്ടൊക്കെ നിന്നു വെച്ചാലും പിന്നെ നമ്മൾ എത്ര നാമം ജപിച്ച് ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെ കുറ്റബോധം മാറിയില്ലെങ്കിലും ഭഗവാൻ അത് മറന്നുണ്ടാവും കേട്ടോ. ഗുരുവായൂരപ്പ അതാണ്, ഭഗവാനാണ് അത്. മറ്റ് നമ്മുടെ അടുത്ത സുഹൃത്താവാം, അടുത്ത ബന്ധുക്കളാവാം, അവരോടൊക്കെ ഒരു തെറ്റ് ചെയ്താൽ അവർ പറയും, അതെ അന്ന് 16 കൊല്ലം മുമ്പ് നീ എന്നോട് അന്ന് പറഞ്ഞു, ഞാനതൊന്നും മറന്നിട്ടില്ല എന്ന് 16 കൊല്ലം കഴിഞ്ഞാൽ അവർ നമ്മളോട് പറയും. പക്ഷെ ഗുരുവായൂരപ്പൻ അങ്ങനെയല്ല. ഗുരുവായൂരപ്പനത് പെട്ടെന്ന് മറക്കും. നമ്മുടെ ആ തെറ്റും വിഷമങ്ങളൊക്കെ മറക്കാനായിട്ട് ഭഗവാനല്ലാണ്ട് വേറെ ആരാളുള്ളത്? വേറെ ആരുമില്ല. എല്ലാം പുറത്ത് തരാൻ വേണ്ടിയിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അത് രാമായണം വായിക്കായാലും നമ്മൾ കേൾക്കാമല്ലേ, വിഭീഷണനായാലും അവരൊക്കെ വന്ന് ഇങ്ങനെ ഓരോരുത്തരും തെറ്റ് ചെയ്തവർ എന്നിട്ട് അതിൽ പറയാൻ എന്നെ ആശ്രയിക്കണവരെ മാരീചൻ വന്നിട്ട് ആശ്രയിക്കുമ്പോൾ കാല് പിടിക്കണവരെ ഞാൻ വെറുതെ വിടില്ല, എന്നെ ആശ്രയിക്കണവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈശ്വരനെ ആശ്രയിച്ചാൽ അതുവരെ ചെയ്ത എല്ലാ തെറ്റുകളെയും പുറത്തിട്ട് ഈശ്വരൻ നമ്മളെ കാത്തു രക്ഷിക്കും. ക്ഷമിക്കണം കേട്ടോ, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പം എല്ലാവരും നമ്മുടെ ഉള്ളിലൊരു ഉറപ്പാണ് ഉണ്ടാവേണ്ടത്. ആ ഭഗവാന്റെ നാമം നമ്മളെ നാമിയിലെത്തിക്കും. അതാണ് കലിസന്ധരണ ഉപനിഷത്തായ ഹരേ രാമ മന്ത്രം നിത്യമായിട്ട് ഉപാസന ചെയ്യുന്ന ഒരാൾക്ക് അവരെ കലി ബാധിക്കില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഓരോ ക്ഷേത്രത്തിലും നമ്മൾക്കത് ആ ക്ഷേത്രത്തിൽ പല ക്ഷേത്രത്തിലും ഇങ്ങനെ പറയണേക്കാം. ഇപ്പോൾ ഈ അമ്മയുടെ ക്ഷേത്രത്തിൽ വന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു ക്ഷേത്രം പറയാം, അവിടെ അമ്മയുടെ കാര്യം മാത്രമേ പറയാവൂ. അവിടെ ദേവി ഭാഗവതേ വായിക്കാവൂ, ശ്രീമദ് ഭാഗവതം വായിക്കരുതെന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ തമ്മിൽ ആ ഭേദ വ്യത്യാസമുള്ളൂ. കാരണം ഇതൊക്കെ ഒരേ ചൈതന്യം തന്നെയാണ്. സാക്ഷാൽ പരബ്രഹ്മം 2 രൂപത്തിൽ പ്രകാശിക്കണമെന്നേ ഉള്ളൂ. ഒരു പ്രേമഭാവത്തിൽ അമ്മയുടെ രൂപത്തിൽ തന്നെ പ്രകാശിക്കുന്നതും എല്ലാം ഒരേ ചൈതന്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ അമ്മയുടെ രൂപത്തിലാണ് പ്രകാശിക്കണമെന്നുണ്ടെങ്കിൽ അമ്മയായിട്ട് തന്നെ നമുക്ക് നമസ്കരിക്കുക. അമ്മയായിട്ട് തന്നെ നമസ്കരിക്കുന്നതും അതേ ചൈതന്യത്തിലേക്കാണ്. ആ കാത്യായനി ദേവിയെ പൂജിച്ചപ്പോൾ അവിടെ അനുഗ്രഹിക്കാനെത്തിയത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഗോപികമാർക്ക് അവരുടെ ശരീരബോധത്തെ ഇല്ലാണ്ടാക്കിയിട്ട്, അതാണ് അവിടെ വന്നിട്ട് പറഞ്ഞില്ലേ, വസ്ത്രം എടുത്ത് മോഷ്ടിച്ച് കൊണ്ടുപോയി എന്ന് പറയണ്ടല്ലോ അവര്. ഗോപികമാരുടെ വസ്ത്രത്തിനെയൊക്കെ മോഷ്ടിച്ചിട്ട് പോയി. അവിടെയാണ് അത് വസ്ത്രത്തിനെ മാറ്റി വെച്ചു എന്ന് വെച്ചാൽ ശരീരബോധമാണ് നമുക്ക് അണിഞ്ഞൊരുങ്ങാനും അലങ്കാരത്തിനൊക്കെ ഇടയാക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ആ ശരീരബോധം ഉണ്ടായാൽ എന്നെ കിട്ടില്ല. ശരീരത്തിൻ്റെ ഞാൻ ശരീരമാണ്, ഞാൻ ചെയ്യണോ, ഞാൻ പറയണോ എന്ന് വിചാരിച്ച് ചെയ്യണ ഒരു പ്രവൃത്തിയും എന്നിലെത്തില്ല എന്നുള്ള സത്യത്തെ ബോധിപ്പിച്ചിട്ട് ശരീരത്തിൻ്റെ എൻ്റെ എല്ലാവരും ഉള്ളിലിരിക്കുന്ന ആത്മാവ് തന്നെയാണ് ഞാൻ, സർവ്വസമർപ്പണം ചെയ്യണം എന്നുള്ള ആ സത്യത്തെ ബോധ്യമാക്കി കൊടുക്കാൻ ഭഗവാൻ തന്നെയാണ് വന്നത്. അതുപോലെ ആ ഒരു ഭാവത്തിൽ നമ്മളുടെ എല്ലാവരുടെയും ആ ഒരു ഭാവം ഉള്ളത് കൊണ്ടാണ് ആദ്യം തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചു എന്ന് കേട്ടപ്പോൾ ഗോപികമാരൊക്കെ അണിഞ്ഞൊരുങ്ങി അതിസുന്ദരികളായിട്ടാണ് പോയത്. അവരത്രയും ശരീരബോധം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു പിന്നീട് രാസക്രീഡയ്ക്ക് പോണ ഗോപികമാരെ കണ്ടാൽ അവർ എപ്പോഴാണോ ആ ഒരു അനുഭവം കൃഷ്ണാനുഭവം ഉണ്ടായ അതോടുകൂടി ശരീരബോധം മറന്ന് കണ്ണെഴുതിക്കൊണ്ടിരുന്ന ആൾ കണ്ണെഴുതാണ്ട് പോയി, മാല ചൂടിക്കൊണ്ടിരുന്ന ആൾ മാല ചൂടാണ്ട് പോയി, വസ്ത്രം പകുതി ധരിച്ച ആൾ വസ്ത്രം ധരിക്കാണ്ട് പോയി എന്നൊക്കെ ഭാഗവതത്തിൽ കേൾക്കാം. അത് ബാഹ്യമായിട്ടുള്ള അർത്ഥത്തിലല്ല എടുക്കേണ്ടത്. നമ്മളുടെ ഉള്ളിലേക്ക് ഏതൊരു നിമിഷമാണോ ആ ഈശ്വരൻ്റെ ആ ഒരു കൃഷ്ണാനുഭവം ഉണ്ടാകുന്നത് അതോടുകൂടിയിട്ട് നമുക്ക്
ബാഹ്യമായിട്ടുള്ളതിനെല്ലാം വിസ്മരിച്ചുകൊണ്ട് ലൗകികമായിട്ടുള്ള എല്ലാ ആസക്തികളെയും ഉപേക്ഷിച്ചുകൊണ്ട് നമ്മളിതാ ആ ഭഗവാനിലേക്ക് അടുക്കണു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉള്ളിൽ ഉള്ള ഒരു അന്തരാർത്ഥം. അതാണ്. അല്ലാണ്ട് ലൗകികമായൊരു ദൃഷ്ടിയിലല്ല ഒന്നും നോക്കി കാണേണ്ടത്. അങ്ങനെ നോക്കിക്കണ്ടാൽ ഒന്നിനും ഒരർത്ഥം ഉണ്ടാവില്ല. അങ്ങനെയല്ല കാണേണ്ടത്. അതിൻ്റെ ഉള്ളിലൊക്കെയുള്ള ആ അന്തരാർത്ഥത്തെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കണം. ഗോപികമാരെ ആ രാസക്രീഡയ്ക്ക് മുമ്പ് ചെല്ലുമ്പോൾ ഗോപികമാരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ അപ്പോൾ വന്നത്, നിങ്ങളുടെ വീട്ടിൽ ഭർത്താവില്ലേ അച്ഛനില്ലേ എന്നൊക്കെ ചോദിക്കണ ഒരു ഭാവമുണ്ട്. അപ്പോൾ പറയണു, ഞാൻ ഓരോ ഗൃഹത്തിലും നമ്മൾ ഗൃഹകർമ്മങ്ങൾ വേണ്ടതുപോലെ അനുഷ്ഠിക്കുക എന്നുള്ളത്, കർമ്മങ്ങൾ നമുക്ക് ചുതിയില്ലാണ്ട് ചെയ്താൽ ആ കർമ്മങ്ങളെ കൊണ്ട് ഓരോ കർമ്മങ്ങളും നമ്മൾ ചെയ്യേണ്ട ആത്മാർത്ഥമായിട്ട്. പക്ഷെ ഇന്ന് എവിടെയും നമുക്കങ്ങനെ കാണാൻ പറ്റില്ല അല്ലെ. വീട്ടുജോലി ചെയ്യണവർക്കായാലും ഓഫീസ് ജോലി ചെയ്യണവർക്കായാലും ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല. വീട്ടിൽ ജോലി ചെയ്യണവരായാലും ഇന്ന് തൊട്ട് തുടങ്ങിയ ജോലി അത് എന്നെ കൊണ്ട് പറ്റണില്ല, ഇതിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊരു പ്രാരാബ്ധവും വിഷമമൊക്കെ പറഞ്ഞിട്ടല്ലാണ്ട് നമ്മൾ ജോലി ചെയ്യുന്നത്. ഇത് ഈശ്വരൻ എനിക്ക് തന്നത് നിയോഗമാണ്, ഇതിനെ ഞാൻ എനിക്ക് വേണ്ടതുപോലെ ചെയ്യണു എന്നുള്ളൊരു ഭാവമൊന്നും നമ്മളുടെ ഉള്ളിലുണ്ടാവില്ല. അതുപോലെ ഓഫീസ് ജോലി ചെയ്യണവരായാലും അതെ, അതിൻ്റെ ആ ഓഫീസിലുള്ള ടെൻഷൻ മുഴുവനും വീട്ടിൽ കൊണ്ടുവന്നിട്ട് എല്ലാ വീട്ടിലുള്ളവർക്ക് കൊടുക്കണം. അപ്പോൾ ഒരു ദിക്കിലും നമുക്കൊരു ആത്മാർത്ഥമായിട്ടൊരു പണി എടുക്കണ്ടോ എന്ന് ചോദിച്ചാൽ പണി എടുക്കണില്ല. നമ്മളപ്പോൾ പണി ചെയ്യണോണ്ട്, അപ്പം ഞാൻ ചെയ്യണമെന്നുള്ള ഭാവത്തിൽ ചെയ്യണോണ്ടാണ് ആ ഒരു ആത്മാർത്ഥത ഇല്ലാത്ത. ഇതൊക്കെ എനിക്ക് നിയോഗിക്കപ്പെട്ടതാണ്, ഇതിനൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്യണത് ഈശ്വര പൂജയായിട്ടാണ് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ആ ഒരു മടുപ്പും അങ്ങനെയുള്ള ഒരു മനോഭാവമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഓരോന്നിലും അതെ ആ മനോഭാവമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഗോപികമാർ അവരുടെ ശരീരം കൊണ്ട് യാന്ത്രികമായിട്ട് എല്ലാ കാര്യങ്ങളും ഗോപികമാർക്ക് അച്ഛനായാലും അമ്മയ്ക്കായാലും ഭാര്യയ്ക്കായാലും ഭർത്താവിനൊക്കെ ആയിട്ട് ചെയ്തു കൊടുത്തിരുന്നു. അതുകൊണ്ട് അവർക്കൊന്നും അവരുടെ അടുത്തുനിന്ന് തങ്ങളുടെ ഭാര്യമാരൊന്നും പോയി തോന്നിയിട്ടില്ല. രാസക്രീഡയിൽ എന്താ, അവർ ആത്മാനന്ദമാണ് അനുഭവിച്ചത്. അവരാദ്യം ആ ശ്രീകൃഷ്ണ ഭഗവാനെ ആ ഒരു രൂപത്തിൽ കണ്ട് ആ രൂപത്തിൽ ഭ്രമിച്ച് കുതിരയോട് കൂടിയിട്ട് ആ രൂപത്തിനെ ആശ്രയിച്ചപ്പോൾ ഭഗവാൻ ആ രൂപം മറച്ചിട്ട് പറഞ്ഞു, ഈ രൂപമല്ല, നിങ്ങളുടെ ഉള്ളിലൊക്കെ ആത്മാവായിട്ടിരിക്കണേ ഞാൻ തന്നെയാണെന്നുള്ള സത്യത്തെ ബോധിച്ചു കഴിഞ്ഞപ്പോഴാണ് ഗോപികമാർ നേരത്തെ പറഞ്ഞ പോലെ അഖിലദേഹിനാം അന്തരാത്മദൃക് എന്നുള്ള സത്യം ബോധിച്ചത്. അതോടുകൂടിയിട്ട് അവർക്ക് ആ കൃഷ്ണനെ അനുഭവിക്കാൻ, ആത്മാനന്ദം അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ആ ആത്മാനന്ദത്തെയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടത്. ഓരോരുത്തരും രാധയാവണമെങ്കിൽ ധാര പോലെ നമ്മുടെ ഉള്ളിലുള്ള പരമമായ പ്രേമം ഭഗവാനിലേക്ക് ഒഴുകണം. ഇന്ന് പലതിലേക്കും ഒഴുകുന്നുണ്ട്. പലതിൻ്റെ പിന്നാലെ പോയാലും അതെല്ലാം നമുക്ക് ദുഃഖം തന്നെ തരുള്ളൂ. സുഖം എവിടെയും സുഖമാണ് എന്ന് വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്ന് സുഖം തന്നാൽ നാളെ ദുഃഖം തരാണ്ടിരിക്കില്ല. അത് ഈ ശരീരമായാൽ പോലും അതിനെ വല്ലാണ്ട് ശ്രദ്ധിച്ചു അവിടെ ഇരുന്നു വെച്ചാൽ അത് ദുഃഖം തന്നെ തരുള്ളൂ അല്ലേ. നമ്മൾ സ്വർണ്ണവളയിട്ട് നല്ല തൈലം തേച്ച് വാസന സോപ്പൊക്കെ തേച്ച് കുളിപ്പിച്ച് സുന്ദരമാക്കണ കയ്യ് ഇപ്പോൾ അത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒന്ന് ഉയർത്തണം എന്നുണ്ടെങ്കിൽ ആ കയ്യിൻ്റെ അടുത്ത നിമിഷം ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. എത്ര തന്നെ എങ്ങനെ ചെയ്താലും അല്ലേ. നമ്മൾ പറഞ്ഞോണം നമ്മുടെ ശരീരം പോലും കേൾക്കണമെന്നില്ല. പിന്നെ ഈ ശരീരം നമ്മുടെ സ്വന്തം എന്ന് നമ്മൾ പറയുന്ന ശരീരം പോലും നമ്മുടെ അധീനത്തിലല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ എങ്ങനെയും നമ്മുടെ അധീനത്തിലാവുക, ഒന്നും ആവില്ല. അപ്പം അതുകൊണ്ട് സത്യമായിട്ട് ബോധിക്കേണ്ടത് ഒരു മനുഷ്യ ശരീരം കിട്ടിയാൽ അത് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി മാത്രമാണ്. ബാക്കിയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ലൗകികമായിട്ടുള്ളതിൻ്റെ പിന്നാലെ പോകുമ്പോൾ അതിലൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളുടെ കർമ്മത്തിനനുസരിച്ച് നമുക്ക് ഈ ഭൂമിയിൽ വന്ന് ജനിച്ച് ഓരോരോ നിയോഗങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരുന്നു. അത് ഒക്കെ ഈശ്വര പൂജയായിട്ട് ചെയ്യുക. അവിടെയൊക്കെ ഞാൻ ചെയ്യണു എന്നുള്ള ഭാവത്തിൽ ചെയ്താൽ ആ ചെയ്യുന്നതിൻ്റെ കർമ്മഫലങ്ങളൊക്കെ അനുഭവിക്കാൻ വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും പിന്നെ നമ്മൾക്ക് ഓരോ നിമിഷവും നമ്മൾ വെറുതെ കളയുന്ന ഓരോ നിമിഷവും ആലോചിക്കുക ഒരുപാട് വലിയ നഷ്ടം തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ ആവശ്യമില്ലാത്തതിലൊക്കെ കണ്ടതിലും കേട്ടതിനൊക്കെ
ഭ്രമിച്ച് പോണതൊക്കെ വെറുതെ അതിൻ്റെ പിന്നാലെ പോയിട്ട് ജീവിതമാണ് വെറുതെ കളയണത്. നമുക്ക് എപ്പോഴും ആ ഭഗവാനിലേക്ക് മനസ്സ് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. കാരണം മനസ്സ് ഭഗവാന് സമർപ്പിക്കുക. ശരീരം കൊണ്ട് എന്തൊക്കെയാണോ പ്രവർത്തികൾ ചെയ്യാനായിട്ട് നമ്മളെ ഈശ്വരൻ നിയോഗിച്ചത് അത് ശരീരം കൊണ്ട് ചെയ്തേക്കുക. പക്ഷേ പൂർണ്ണമായിട്ട് മനസ്സ് ഭഗവാനിലേക്ക് അർപ്പിക്കുക. ബന്ധുക്കൾ ബന്ധനമായിട്ട് വരാണ്ട് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക. അവർ തിരിച്ചിങ്ങോട്ട് സ്നേഹിക്കണം. അവരെനിക്ക് അത് വേണം ഇങ്ങനെ വേണം എന്നുള്ള ആഗ്രഹമൊന്നും വേണ്ട. അതൊന്നും ആഗ്രഹിച്ച പോലെയൊന്നും നടക്കാനും പോണില്ല. അതൊന്നുമല്ല സത്യം. അങ്ങനെയൊന്നും വേണ്ട. അവരെ നമുക്ക് സ്നേഹിക്കാം, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം. പക്ഷേ അതിൽ നിന്ന് ഒന്നും വേണ്ട. അവരൊക്കെ ഐശ്വര്യസ്വരൂപികളായിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു. അത് ചിലവർ നമ്മളെ നല്ലോണം പോലെയായിരുന്നു പറയും, ചിലവർ നിന്ദിച്ചു എന്ന് വരുമ്പോൾ മുളകെടുത്ത് കഴിച്ചാൽ എരിവുണ്ടാവുക. അത് അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. മുളകിനോട് എരിവ് ഉണ്ടാവാൻ പാടില്ല, മധുരം ഉണ്ടാവാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റുമോ? പുളി എടുത്ത് കടിച്ചാൽ പുളി, അതിൻ്റെ സ്വഭാവം അതാണ്. അതിൻ്റെ സ്വഭാവം മാറില്ല. അപ്പോൾ നമ്മളോട് ആരെങ്കിലും അനിഷ്ടമായിട്ടൊക്കെ പെരുമാറുണ്ടെങ്കിൽ അത് അവരുടെ പ്രകൃതി അങ്ങനെയാണെന്ന് വിചാരിക്കുക. അവരോട് ശത്രുതയൊന്നും വിചാരിക്കേണ്ട. നമുക്ക് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാമല്ലോ. ഒരു തവണ അവർ നമ്മളോട് അങ്ങനെ പെരുമാറുമ്പോൾ അറിയാം നമുക്ക് അവരിങ്ങനെയാണ്. അപ്പോൾ അവരോട് അറിഞ്ഞ് പെരുമാറുക. അവരോട് അവർക്കും കൂടി നമ്മുടെ മനസ്സിൽ കൂടുതൽ സ്ഥാനം കൊടുക്കുക. കാരണം ആ ഒരു ഭാവത്തെ മാറ്റി ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കാൻ അവരെയും കൂടി അനുഗ്രഹിക്കണമെന്ന് വെച്ചാൽ അപ്പോൾ അവർക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുക. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ മനസ്സിലുള്ള മനോമാലിന്യങ്ങൾ എല്ലാം ഇല്ലാണ്ടാവണം. അതിന് നമുക്ക് നാമം ജപിക്കുകയാണ് വേണ്ടത്. ഇവിടെ എല്ലാ സ്ഥലത്തും നാമം ജപിക്കണ പോലെ ഇവിടെ നമുക്ക് എല്ലാവർക്കും വേണ്ടി കുറച്ച് നേരം എല്ലാവരും കൂടി നാമം ജപിക്കണം. ഈ നവരാത്രി കാലത്ത് നമുക്ക് അതിനായിട്ടാണ് പറഞ്ഞു വന്നതിൻ്റെയൊക്കെ അടിസ്ഥാനം നാമം ജപിക്കുക എന്നാണ്. അവസാനം ഭാഗവതമൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം എന്നാണ്. നാമം ജപിച്ചതുകൊണ്ട് മാത്രമാണ് നമ്മുടെ സർവപാപങ്ങളും നശിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് നാമം ജപിക്കുന്ന വേണം. നാമം ജപിക്കാണ്ട് പറ്റില്ല. അത് മാത്രമേ ഉള്ളൂ. ഈ കലികാലത്ത് കലോ കേശവ കീർത്തനം എന്ന് പറയുന്നു. കലികാലത്ത് നാമം ജപിക്കാണ്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് നാമജപം തന്നെ വേണം. നമുക്ക് കുറച്ച് കലിസന്ധരണ ഉപനിഷത്ത് നാമം ജപിക്കാം. പിന്നെ അമ്മയുടെ നാമം ജപിച്ചിട്ട് ഈ വാക്കുകൾ ഭഗവാന്റെ പാദത്തിലൊക്കെ സമർപ്പിക്കുകയാണ്. കുറേ എന്തൊക്കെയോ പറയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയാണെങ്കിലും സാധിച്ചത് തന്നെ. ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊന്നും അല്ല അവിടെ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് നമ്മളൊന്നും കരുതി പോന്നിട്ട് കാര്യമില്ല. ഓരോരുത്തർ ചിലപ്പോൾ ഇവിടെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ കാര്യം ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്നത് അങ്ങനെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കുക ഇതങ്ങോട്ട് വെടുപ്പായില്ല എന്ന് വിചാരിച്ച് ഇറങ്ങുമ്പോൾ പറയാം, അതേ ഇത് എന്നോട് വന്ന് പറഞ്ഞതാട്ടോ, എനിക്ക് വേണ്ടിയിട്ടാണ് വന്ന് പറഞ്ഞത്, എൻ്റെ മനസ്സിന് എനിക്ക് സമാധാനമായി, ഞാൻ ഭഗവാനോട് ചോദിച്ചതിന് ഉത്തരമെന്ന് പലരും പറയാറുണ്ട്. അതുപോലെ ആർക്കൊക്കെയോ വേണ്ടി അമ്മ അവിടെ വന്ന് പറയിപ്പിച്ച വാക്കുകൾ ഞാനിവിടെ പറഞ്ഞു. ഇനി നമുക്ക് നാമം ജപിച്ച് കുറച്ച് സമയം നാമം ജപിച്ചുകൊണ്ട് ഈ സത്സംഗം അവിടെ സമർപ്പിക്കാം. എല്ലാവരും ഒരുമിച്ച് ജപിക്കണം. ഇത്രയും നിറഞ്ഞ സദസ്സിൽ എല്ലാവരും ഒരുമിച്ച് നാമം ജപിക്കുക എന്ന് പറയുന്നതാണ് എനിക്ക് കിട്ടണ ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പം നിങ്ങളുടെയൊക്കെ അനുഗ്രഹം എനിക്ക് ഉണ്ടാവണം. എല്ലാവരും ഉറക്കെ നാമം ജപിക്കണം കേട്ടോ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഒച്ച പോരാ, ഇത്ര ആൾക്കാരുണ്ടായിട്ട് ഇത്ര ഒച്ച പോരാ കേട്ടോ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമ 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 ഹരേ ഹരേ, ഹരേ
കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ 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 അമ്മേ നാരായണ ദേവി നാരായണ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ 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 നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമ ഹരേ ഗുരുവായൂരപ്പ ശരണം കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരഴും ശുഭേ തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതി രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകേറ്റണേ ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ ബർഹാപീഠം നടവരവപു കർണയോ കർണികാരം
बिभ्रद्वासकनककपिशं वैजयन्तीं च मालां रन्ध्रान् वेणोरधरसुदया पूरयन् गोपवृन्दै वृन्दारण्यं सुपतरमणं പ്രാവിശദ്ഗീതകീർത്തിം ഗോലോകനാഥനം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ. ദധാപീഠം നടവരവപു കർണയോ കർണികാരം ബിഭ്രദ്വാസക്കനകകപിശം വൈജയന്തിം ച മാലാം രന്ധ്രാൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപതരമണം പ്രാവിശദ്ഗീതകീർത്തിം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഇനി പറയണത് എല്ലാവരും പറയണേ. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമദീയ ജന്മം. രാധേശ്യാം.